റാങ്ക് കണ്ടുപിടിക്കാനും ആ മെട്രിക്സ് ലീനിയർലി അല്ലെ കുറെ വെക്ടേഴ്സ് തന്നാൽ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ഡിപെൻഡന്റ് ആണോ ചെക്ക് ചെയ്യാനുമാണ്. എങ്ങനെയായിരുന്നു റാങ്ക് കണ്ടുപിടിക്കുന്നത്? റാങ്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്ത് തന്നിരിക്കുന്ന ഒരു മെട്രിക്സ്, ആ മെട്രിക്സ് നമുക്ക് തരുന്ന മെട്രിക്സ് ഇപ്പം ഇതൊരു 3x3 മെട്രിക്സ് ആണെന്ന് വെച്ചു. 3x3 മെട്രിക്സ് എന്ന് പറയുമ്പോൾ എത്ര റോ വരും? 3 റോയും 3 കോളം ആണ് വരുന്നത്. അപ്പൊ 1 2 3 1 2 3 4 5 6 7 8 9. അപ്പൊ ഇങ്ങനെ ഒരു 3x3 മെട്രിക്സ് തന്നിരുന്നാല് നമ്മൾ അതിന്റെ റാങ്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഓരോ റോയും കൺസിഡർ ചെയ്യും. അപ്പൊ ഇത് ഫസ്റ്റ് റോ, 1 2 3 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ, 4 5 6 എന്ന് പറയുന്നത് സെക്കൻഡ് റോ, 7 8 9 എന്ന് പറയുന്നത് തേർഡ് റോ. അപ്പൊ ഓരോ റോയിലെയും ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഇവിടെ 1 ആണ്. ആ 1ന് താഴെയുള്ള ഈ 4ഉം ഈ 7ഉം എന്താക്കുക? 0 ആക്കും. നെക്സ്റ്റ് സെക്കൻഡ് റോ എടുക്കും. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് എവിടെയാണോ നോക്കും. അതിന് താഴെയുള്ള എലമെന്റ് ഏതാണോ അത് 0 അല്ലെന്നുണ്ടെങ്കിൽ അതിനെ 0 ആക്കും. അപ്പൊ ഇത് 0 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? റോ ഓപ്പറേഷൻസ് ആണ്. അത് ഓർത്തിരുന്നാണ് നമ്മൾ കോളം വൈസ് ആയിട്ട്, അതായത് മുകളിൽ നിന്ന് താഴേക്ക് കോളം വൈസ് ആയിട്ട് നമ്മൾ ഒരു ഓപ്പറേഷൻസ് ചെയ്യുന്നില്ല, റോ വൈസ് ആയിട്ടാണ് നമ്മളെല്ലാ ഓപ്പറേഷൻസും ചെയ്യുന്നത്. അപ്പൊ നമുക്കത് 0 ആക്കാൻ വേണ്ടിയിട്ട് ഏത് രീതിയിൽ വേണേലും റോ ഓപ്പറേഷൻസ് ചെയ്യാം. അപ്പൊ R1 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ, R2 എന്ന് പറയുന്നത് സെക്കൻഡ് റോ. അപ്പൊ R2നെ നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? R2നെ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആ മെട്രിക്സ് എന്തായിട്ട് മാറും? ആ മെട്രിക്സിന്റെ ഫസ്റ്റ് റോയില് ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് താഴെയുള്ള എലമെന്റ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ അതിനെ എന്താക്കിയത്? എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സ്ക്രീൻ കാണാമോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നമ്മള് എക്കലോൺ ഫോമിന്റെ അത് കഴിഞ്ഞ ദിവസം പഠിച്ചു. അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ഡിപെൻഡന്റ് ഒക്കെ പഠിച്ചു. ഇനി നമ്മൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്, അപ്പൊ എങ്ങനെയാണ് ഒരു ലീനിയർ ഇക്വേഷൻ, കുറെ ലീനിയർ ഇക്വേഷൻ തന്നിരുന്നത് അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഇവിടെ സോൾവ് ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ് വൈ സെഡ് അല്ലെന്നുണ്ടെങ്കിൽ x1 x2 x3. അപ്പൊ ആ രീതിയിലുള്ള കുറെ അൺനോൺസ്, നമുക്ക് അറിയാത്ത കുറെ വേരിയബിൾസ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇപ്പൊ എക്സ് വൈ സെഡ് ആണെന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താ, വൈയുടെ വാല്യൂ എന്താ, ഇസഡിന്റെ വാല്യൂസ് എന്താ. അതിപ്പോ ഒരൊറ്റ ഇക്വേഷൻ അല്ല വരുന്നത്, ഒരു 2 ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം. എക്സിന്റെയോ വൈയുടെയോ ഒക്കെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇസഡിന്റെ വാല്യൂ കിട്ടും. ആ രീതിയിൽ നമുക്ക് ഇതിപ്പോ 2 3 4 5 6 ഇക്വേഷൻസ് ഒക്കെ ഇതുപോലെ ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ഈ ഗോസ് എലിമിനേഷൻ മെത്തേഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ ഈ പറഞ്ഞ പോലെ എക്കലോൺ ഫോം എന്താണെന്ന് നന്നായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ ഒരു മൊഡ്യൂളിലുള്ള ഏത് പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എക്കലോൺ ഫോം എന്താണെന്ന് അറിയാലോ? ഒരു മെട്രിക്സ് തരും. ആ മെട്രിക്സിൽ ഓരോ റോയും കൺസിഡർ ചെയ്യുക. ആ റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 0 അല്ലാതെ വരുന്ന ആദ്യത്തെ എലമെന്റ് ഏതാണോ അതെടുക്കുക. അതിന് താഴെയുള്ള എലമെന്റ്സ് എല്ലാം എന്താക്കുക? 0 ആക്കുക. അതുപോലെ സെക്കൻഡ് റോ എടുക്കുക. ആ സെക്കൻഡ് റോയിൽ ആദ്യം വരുന്ന നോൺ സീറോ എലമെന്റ് ഏതാണോ അതിന് താഴെയുള്ള എൻട്രീസ് എല്ലാം എലമെന്റ്സ് എല്ലാം 0 ആക്കുക. അതുപോലെ തേർഡ് റോ എടുക്കുക. തേർഡ് റോയ്ക്ക് താഴെ എലമെന്റ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അതുപോലെ അത് 0 ആക്കുക. അപ്പൊ അങ്ങനെ 0 ആക്കി വരുമ്പോൾ കിട്ടുന്ന ഫൈനലായിട്ടുള്ള മെട്രിക്സ് ഏതാണോ അതാണ് റോ എക്കലോൺ ഫോം, റോ റിഡ്യൂസ്ഡ് എക്കലോൺ ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് റോ ഓപ്പറേഷൻസ് മാത്രം, അതായത് റോ വൈസ് ആയിട്ട് മാത്രമേ നമ്മൾ ഓപ്പറേഷൻസ് ചെയ്യുന്നുള്ളൂ. കോളം വൈസ് ആയിട്ട് നമുക്ക് ഓപ്പറേഷൻസ് ആവശ്യമില്ല.
നോക്കി എങ്ങനെയാ ചെയ്യുന്നത്. ഇവിടെ തന്നിട്ടുണ്ട്. We consider the following system of m linear equations in n unknowns, x1, x2, etc. xn. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് x1, x2, etc. xn എന്ന് പറയുന്ന അൺനോൺസ് ആണ്. ആ x1, x2, x2 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ x, y, z ആ രീതിയിലായിരിക്കും. അപ്പൊ നമുക്ക് ആ n അൺനോൺസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. m ലീനിയർ ഇക്വേഷൻസും ഉണ്ട്. അതായത് ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ്, തേർഡ്, അങ്ങനെ ഇവിടെ തേർഡ് ഉണ്ട്. അങ്ങനെ m ഇക്വേഷൻസ് ഉണ്ട്. നമ്പർ ഓഫ് ഇക്വേഷൻസ് എത്രയാണ്? m ഉം നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്? n ഉം ആണ്. നമുക്ക് ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഈ x1, x2, x3 അതിന്റെ വാല്യൂസ് ആണ് ഇവിടെ തന്നിരിക്കുന്ന. x1, x2, x3 അങ്ങനെ xn വരെ ഉണ്ട്. xn വരെ ഉള്ളതിന്റെ വാല്യൂ എന്താണ്? അത് ഈ x1, x2, x3യുടെ ഒക്കെ വാല്യൂ ഇതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്താണ് വരുന്നത്? ഇവിടെ ആണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ b1 കിട്ടും. സെക്കൻഡ് ഇക്വേഷനകത്ത് x1, x2, x3യുടെ ഒക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും? എല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആഡ് ചെയ്തൊക്കെ വരുമ്പോൾ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് b2 ആയിരിക്കും. അങ്ങനെയാണ് ലാസ്റ്റ് ഇക്വേഷനകത്ത് x1, x2, x3 ഒക്കെ xn വരെയുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്ന ആൻസർ? bm. അപ്പൊ ഈ പറയുന്ന b1, b2, എക്സെട്ര b ആ വാല്യൂ കിട്ടത്തക്ക രീതിയിൽ നമുക്ക് ഈ x1ന്റെ, x2ന്റെ, xnന്റെ വരെയുള്ള വാല്യൂസ് കണ്ടുപിടിക്കണം. ജനറൽ ആയിട്ട് പറയുന്ന ഇക്വേഷൻസ് ആണ്. നമുക്ക് അതിനൊക്കെയാണ് ഇക്വേഷൻസ് ഒന്നും വരത്തില്ല. x1, x2, x3, x4 വരെയൊക്കെ 4 അൺനോൺസ് വരെയൊക്കെ മാക്സിമം വരാറുള്ളൂ. ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് പറയാം. നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻസ് കാണും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2x1 പ്ലസ് 3x2 is equal to 4. 5x1 plus 6x2 is equal to 6. x1 plus x3, x2 is equal to 1. അപ്പൊ ഇതൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്. അതായത് എത്ര ഇക്വേഷൻ ഉണ്ട്? 3 ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ ഏതാ? 2x1 plus 3x2 is equal to 4. സെക്കൻഡ് ഇക്വേഷൻ 5x1 plus 6x2 is equal to 6. തേർഡ് ഇക്വേഷൻ x1 plus x2 is equal to 1. ഇങ്ങനെ 3 ഇക്വേഷൻസ് ആണ് ഉള്ളത്. ഇനി എത്ര അൺനോൺസ് ഉണ്ട്? x1 എന്ന് പറയുന്ന അൺനോൺ, x2 എന്ന് പറയുന്നത്. എല്ലാത്തിലും x1, x2 മാത്രമല്ലല്ലോ. 3 ഇക്വേഷൻസിനകത്തും ഉള്ള അൺനോൺസ് എന്ന് പറയുന്നത് x1ഉം x2 മാത്രമാണ്. അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താ? x1ന്റെ x2ന്റെയും വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ x1ന്റെ വാല്യൂ ഇവിടെയും x2ന്റെ വാല്യൂ ഇവിടെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് എന്താ വരേണ്ടത്? 4 ആണ് വരേണ്ടത്. ആ x1 തന്നെ താഴെ ഈ രണ്ടാമത്തെ ഇക്വേഷനകത്ത് x2 തന്നെ എന്ത് ചെയ്യുക? സെക്കൻഡ് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഇവിടെ എന്ത് വരുന്നത്? 6 തന്നെയാണ്. അതുപോലെ ആ x1ഉം ആ x2ഉം കൂടെ തേർഡ് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ വരേണ്ടത്? ഞാൻ ചുമ്മാ ഇക്വേഷൻസ് എഴുതിയെന്നേ ഉള്ളൂ. ഇതൊന്നും സാറ്റിസ്ഫൈ ചെയ്ത രീതിയിലുള്ള വാല്യൂ കിട്ടത്തില്ല. എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. അപ്പൊ ആ x1ന്റെ x2ന്റെയും വാല്യൂ തമ്മിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്താ വരുന്നത്? 1 ആണ്. ഈ 3 ഇക്വേഷനകത്തും എന്താണ്? x1ഉം x2ഉം സെയിം തന്നെയാണ്. ആ വാല്യൂസ് ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന ആൻസർ കിട്ടണം. ആ രീതിയിലുള്ള x1ന്റെ x2ന്റെയും വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിൽ നിന്നും കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതണം. കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ x1ന്റെ കോഎഫിഷ്യന്റ് ഇവിടെ എന്താണ്? 2 ആണ്. ഇവിടുത്തെ x2ന്റെ കോഎഫിഷ്യന്റ് 3 ആണ്. ഇവിടുത്തെ x1ന്റെ കോഎഫിഷ്യന്റ് 5, ഇവിടെ x2ന്റെ കോഎഫിഷ്യന്റ് 6, ഇവിടെ x1ന്റെ കോഎഫിഷ്യന്റ് ഫ്രണ്ടിൽ ഒന്നുമില്ലെങ്കിൽ എന്താണ്? അവിടെ 1 ഉണ്ട്. ഇവിടെ x2ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ്. അപ്പൊ ഈ കോഎഫിഷ്യൻസ്, അതായത് x1ന്റെ x2ന്റെയും ഫ്രണ്ടിൽ കിടക്കുന്ന നമ്പർ ഏതാണോ അതാണ് കോഎഫിഷ്യന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കോഎഫിഷ്യന്റ് വെച്ചിട്ട് നമ്മളൊരു മെട്രിക്സ് അങ്ങ് എഴുതണം. ഈ റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന നമ്പർ അവിടെ കിടക്കട്ടെ, അത് വെച്ചിട്ട് നമ്മൾ വേറെ മെട്രിക്സ് ഫോം ചെയ്യും. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന അൺനോൺ ഉണ്ടല്ലോ, x1, x2നെയൊക്കെ നമ്മൾ അൺനോൺസ് കാരണം നമുക്ക് അറിയാത്തതാണ്. അപ്പൊ ആ വേരിയബിളിന്റെ വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ അൺനോൺസിന്റെ കോഎഫിഷ്യന്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ഫോം ചെയ്യണം? കോഎഫിഷ്യന്റ് മെട്രിക്സ് ഫോം ചെയ്യണം. ആ കോഎഫിഷ്യന്റ് മെട്രിക്സിനെ എന്ത് ചെയ്യണം? എക്കലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻസിനകത്ത് നിന്നും കോഎഫിഷ്യന്റിനെ എടുത്തിട്ട്, കോഎഫിഷ്യന്റ് മാത്രമായിട്ട് എടുക്കുമ്പോൾ നമുക്ക് കുറെ നമ്പർ കിട്ടുമല്ലോ. ആ നമ്പർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു മെട്രിക്സ് ഫോം ചെയ്യും. അതാണ് കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ആ കോഎഫിഷ്യന്റ് മെട്രിക്സിനെ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം, അതായത് റോ ഓപ്പറേഷൻസ് ചെയ്തിട്ട് എക്കലോൺ ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. അപ്പൊ എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫൈനലായിട്ട് കിട്ടുന്ന എക്കലോൺ ഫോം ഉണ്ടല്ലോ, അതിൽ നിന്ന് നമ്മൾ പുതിയതായിട്ട്
കുറെ ഇക്വേഷൻസ് എഴുതും. ആ ഇക്വേഷൻസ് സോൾവ് ചെയ്ത്, അതായത് നമ്മൾ സീറോ മാക്സിമം ആക്കുന്നതിന്റെ കാരണം അതുകൊണ്ടാണ്. കാരണം നമുക്ക് സീറോ എല്ലാം ആക്കി കഴിഞ്ഞാൽ, എക്കലോൺ ഫോമിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കോഎഫിഷ്യൻസ് എല്ലാം സീറോയാണ്. അപ്പൊ കോഎഫിഷ്യൻസ് സീറോ വന്നു കഴിഞ്ഞാൽ കുറെ അൺനോൺസ് അങ്ങ് ഒഴിവാകും ഇല്ലേ? ഇപ്പൊ x1 x2 വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പൊ നമുക്ക് x2 വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ x1 വാല്യൂ നമുക്ക് കിട്ടും. കാരണം എന്താ, ഇവിടെ ഒരു x2 വാല്യൂ, ഇത് ഈ x2 വാല്യൂ കിട്ടിയെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് x1 വാല്യൂ കിട്ടും. പക്ഷെ x2 വാല്യൂ കിട്ടണ്ടേ? അപ്പൊ ആ x2 വാല്യൂ അവിടെ ഇല്ലാതായാൽ x1 വാല്യൂ കിട്ടുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ എക്കലോൺ ഫോം ചെയ്യുന്നത് തന്നെ. കാരണം നമുക്ക് മാക്സിമം കോഎഫിഷ്യന്റ്, എക്കലോൺ ഫോം ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, കോഎഫിഷ്യന്റ് മാക്സിമം സീറോ ആക്കുക. സീറോ ആക്കുമ്പോൾ x2 എന്ന് പറയുന്ന ടേം അങ്ങ് ഇല്ലാതാവുകയാണ്. അപ്പൊ നമുക്ക് x1 വാല്യൂ കിട്ടും. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്താണ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്നാണ് ഇതിനെ പറയുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് കണ്ടോ, ഈ എ എന്ന് പറഞ്ഞിരിക്കുന്ന മെട്രിക്സ് A11 A12 എക്സെട്ര A1, അതെന്താണ് ഇവിടെ തന്നിരിക്കുന്ന A11 and ഇവിടെ ഇതാണ് A11 A12, ഇത് എക്സ്ട്രാ A1n, അടുത്ത A21 A22 എക്സെട്ര A2n. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് എഴുതിയ മെട്രിക്സ് ആണ് ഈ പറയുന്ന എ എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് മെട്രിക്സ്. x1 x2 ഒക്കെ തൊട്ട് ഫ്രണ്ടിലുള്ള നമ്പർ ഏതാണോ അതിനാണ് നമ്മൾ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ആ നമ്പർ ചേർത്തിട്ട് എഴുതിയ മെട്രിക്സ് ആണ് കോഎഫിഷ്യന്റ് മെട്രിക്സ്. പിന്നെ ഈ പറയുന്ന x1 x2 എക്സെട്ര xn, അതിനെ നമ്മൾ ക്യാപിറ്റൽ X കൊണ്ട് ഡിനോട്ട് ചെയ്തു. ആ x എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ XYZ എന്നുള്ള രീതിയിൽ വരാം, അല്ലെങ്കിൽ x1 x2 എക്സെട്ര xn എന്നുള്ള രീതിയിൽ വരാം. അപ്പൊ എന്തായാലും അത് നമ്മൾ ജനറൽ ആയിട്ട് ക്യാപിറ്റൽ X കൊണ്ട് ഡിനോട്ട് ചെയ്തു. പിന്നെ റൈറ്റ് സൈഡിൽ കുറെ നമ്പർ ഉണ്ടല്ലോ, B1 B2 എക്സെട്ര BM, അതാണ് നമ്മുടെ ക്യാപിറ്റൽ B എന്ന് പറയുന്ന മെട്രിക്സ്. അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക, അത് കോളമായിട്ടാണ് എഴുതുന്നത് കേട്ടോ. B1 B2 B എക്സെട്ര BM എന്ന് പറയുന്നത് താഴോട്ടല്ലേ, അപ്പൊ താഴോട്ട് വരുന്ന മെട്രിക്സ് എല്ലാം കോളം മെട്രിക്സ് ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കോഎഫിഷ്യന്റ് എല്ലാം കൂടെ ചേർത്തിട്ട് കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതുന്നു. പിന്നെ നമ്മുടെ x എന്ന് പറയുന്നത് എന്താണ്, x1 x2 എക്സെട്ര xn, പിന്നെ is equal to എന്താണ്, റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഈ കോൺസ്റ്റന്റ് ഏതാണോ അത് കോളം മെട്രിക്സ് ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബി കിട്ടും. അപ്പൊ ഇത് ഏത് ഫോമിലാണ്, Ax is equal to B എന്ന് പറയുന്ന ഫോമാണ്. ഇത് ഓർത്തിരുന്നാണ്, Ax is equal to B എന്ന് പറയുന്ന ഫോമിലാണ് നമ്മുടെ ലീനിയർ ഇക്വേഷൻ വരുന്നത്. ഇവിടെ A എന്ന് പറയുന്നത് എന്താണ്, ആ കോഎഫിഷ്യന്റ് മെട്രിക്സ്, അതായത് കുറെ നമ്പറുകൾ മാത്രം ഉള്ള മെട്രിക്സ്. പിന്നെ ഈ x എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന കോളമായിട്ട് നമ്മൾ x1 x2 എക്സെട്ര xn എഴുതുന്നു. B എന്ന് പറയുന്നത് എന്താണ്, റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന നമ്പർ B1 B2 എക്സെട്ര BM എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ B. ഇപ്പൊ നമ്മുടെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എന്താണ്, Ax is equal to B. ഇതാണ് നമ്മുടെ ജനറൽ ഫോം. അതിൽ നിന്ന് നമ്മൾ A ഇങ്ങോട്ട് മാറ്റി നിർത്തും. A എന്ന് പറഞ്ഞാൽ എന്താണ്, കോഎഫിഷ്യന്റ് മെട്രിക്സ് ആണ്. ആ കോഎഫിഷ്യന്റ് മെട്രിക്സിനെ റെഡ്യൂസ് ചെയ്തിട്ട് എക്കലോൺ ഫോമിലേക്ക് മാറ്റിയിട്ട് നമ്മൾ എന്തിനേയും ഈ അൺനോൺസിന്റെ വാല്യൂ കണ്ടുപിടിക്കും. എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറയാം. Question, okay, solved by Gauss elimination. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, x1 minus x2 plus x3 is equal to 0, minus x1 plus x2 minus x3 is equal to 0, 10x2 plus 25x3 is equal to 90. ഇപ്പൊ 3 ഇക്വേഷൻസ് ആണ് തന്നിരിക്കുന്നത്, അല്ല 4 ഇക്വേഷൻസ് ഉണ്ട്. അടുത്ത എന്താണ്, ഫോർത്ത് ഇക്വേഷൻ 20x1 plus 10x2 is equal to 80. അപ്പൊ 4 ഇക്വേഷൻസ് ഉണ്ട്. ഈ 4 ഇക്വേഷൻസിനകത്തുനിന്ന് ബൈ ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുക, അതായത് എക്കലോൺ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ മാക്സിമം നമ്മൾ എല്ലാ കോഎഫിഷ്യൻസും 0 ആക്കുക. 0 ആക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യുക, ഓരോ അൺനോൺസും എലിമിനേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇതിനെ ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന 4 ഇക്വേഷൻസിൽ നിന്നും എന്ത് ഫോം ചെയ്യണം, ആദ്യം കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതണം. അപ്പൊ കോഎഫിഷ്യന്റ് മെട്രിക്സിന് അതിന് എങ്ങനെ വരും, ഫസ്റ്റ് ഇക്വേഷൻ x1 minus x2 plus x3 is equal to 0. ഇതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് റോ കിട്ടും. ഈ x1 കോഎഫിഷ്യന്റ് ഫ്രണ്ടിൽ എന്തുണ്ട്, 1 ഉണ്ട്. ഇതിന്റെ ഫ്രണ്ടിൽ എന്തുണ്ട്,
1 ഉണ്ട്, പക്ഷെ സൈൻ ഉൾപ്പെടെ വേണം എടുക്കാൻ. ഇതിന്റെ സൈൻ ഏതാ? x1 മൈനസ് x2 എന്നാ. അപ്പൊ അവിടെ എന്റെ x2ന്റെ ഫ്രണ്ടിൽ എന്തുണ്ട്? -1 ഉണ്ട്. പ്ലസ് x3 ആകുമ്പോ അതിന്റെ ഫ്രണ്ടിൽ എന്തുണ്ട്? 1 ഉണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റോ കിട്ടും എന്താ? 1 മൈനസ് 1 1 1 മൈനസ് 1 1. അതാണ് നമ്മുടെ ഫസ്റ്റ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് അല്ലെ. 1 മൈനസ് 1 1. അതെങ്ങനെയാ കിട്ടിയത്? x1ന്റെ കോഎഫിഷ്യന്റ് 1, ഇവിടുത്തെ ഫസ്റ്റ് ഇക്വേഷൻ ആണ് കൺസിഡർ ചെയ്തേക്കുന്നത്. x1ന്റെ കോഎഫിഷ്യന്റ് 1, x2ന്റെ കോഎഫിഷ്യന്റ് -1, x3യുടെ കോഎഫിഷ്യന്റ് 1. അപ്പൊ നമുക്ക് കോഎഫിഷ്യന്റ് വേണം. ഇനി സെക്കൻഡ് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. അപ്പൊ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? -x1 + x2 - x3 ആണ്. അവിടെ x1ന്റെ കോഎഫിഷ്യന്റ് എന്താ? -1 ആണ് അല്ലെ. -x1 ആണ് തന്നിരിക്കുന്നത്. അപ്പം -1 ആണ് അവിടുത്തെ കോഎഫിഷ്യന്റ്. x2ന്റെ കോഎഫിഷ്യന്റ് +x2, അപ്പൊ അവിടുത്തെ കോഎഫിഷ്യന്റ് 1 ആണ്. -x1 + x2 - x3 ആണ്. അപ്പൊ x3യുടെ കോഎഫിഷ്യന്റ് ഇവിടെ എന്താണ്? -1 ആണ്. അപ്പൊ നമുക്ക് സെക്കൻഡ് റോ കിട്ടി എന്താ? -1 1 -1. ഇനി തേർഡ് ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. എന്താ? 10x2 + 25x3. അപ്പൊ അത് ശ്രദ്ധിക്കുക, 10x2 ആണ്. നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് അൺനോണിലാണ്? x1 എന്ന് പറയുന്ന അൺനോണിലാണ്. പക്ഷെ ഇവിടെ തേർഡ് ഇക്വേഷനകത്ത് x1 എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഇല്ല. അപ്പൊ ആ വേരിയബിളിന് അവിടെ x1 ഇല്ലെങ്കിൽ അതെന്താണ്? 0 ആണ്. തന്നിട്ടില്ല അങ്ങനെ ഒരു വേരിയബിൾ. നമുക്ക് ഈ ഒരു ഇക്വേഷൻസ് മൊത്തത്തിൽ ഒന്ന് കൺസിഡർ ചെയ്യാം. മൊത്തത്തിൽ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ഇക്വേഷനകത്ത് x1 x2 x3 ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എത്ര അൺനോൺസ് വരുന്നുണ്ട്? 3 അൺനോൺസ് വരുന്നുണ്ട്. തേർഡ് ഇക്വേഷനകത്ത് ഏത് വേരിയബിൾ തന്നിട്ടില്ല? x1 തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? അവിടെ 0 എഴുതണം കേട്ടോ. തന്നിട്ട് ഏത് അൺനോൺ ആണോ എവിടെയാണോ തരാത്തത് ആ സ്ഥാനത്ത് എന്തിടുക? 0 ഇടുക. ഇപ്പൊ 0. അടുത്ത് തന്നിരിക്കുന്ന x2ന്റെ കോഎഫിഷ്യന്റ് തന്നിട്ടുണ്ട് 10, അത് എഴുതി. x3യുടെ കോഎഫിഷ്യന്റ് തന്നിട്ടുണ്ട് 25. അപ്പൊ ഇത്രയും തേർഡ് റോ കിട്ടി. ഇനി ഫോർത്ത് റോ പറയുന്ന ഇക്വേഷൻ ഏതാണ്? 20x1 + 10x2 = 18. അവിടെ തരാത്തത് ഏതാണ്? x3 ആണ് തരാത്തത് അല്ലെ. x1 ഉണ്ട് x2 ഉണ്ട്. x1ന്റെ കോഎഫിഷ്യന്റ് എന്താ? 20, x2ന്റെ കോഎഫിഷ്യന്റ് എന്താ? 10. x3 തന്നിട്ടില്ല. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ കോഎഫിഷ്യന്റ് മെട്രിക്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. തന്നിരിക്കുന്ന ഇക്വേഷൻസ് എത്ര എണ്ണം ഉണ്ടോ അത്ര എണ്ണം എടുക്കുക. അതിൽ നിന്ന് എന്ത് ചെയ്യുക? നമ്മുടെ കോഎഫിഷ്യന്റ് ചേർത്ത് എഴുതുക. എവിടെയാണോ കോഎഫിഷ്യന്റ് തരാത്തത് പറഞ്ഞാൽ ഏത് വേരിയബിൾ ആണോ അവിടെ ഇല്ലാത്തത് ആ വേരിയബിളിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. ഫസ്റ്റ് ഇക്വേഷനിൽ 3 വേരിയബിളും ഉണ്ട്. x1 ഉണ്ട്, x2 ഉണ്ട്, x3 ഉണ്ട്. അപ്പൊ തന്നിരിക്കുന്നത് x1 - x2 + x3 ആണ്. x1ന്റെ കോഎഫിഷ്യന്റ് 1, -x2 ആയതുകൊണ്ട് x2ന്റെ കോഎഫിഷ്യന്റ് -1. സൈൻ ഉൾപ്പെടെ വേണേ എടുക്കാൻ. x3യുടെ കോഎഫിഷ്യന്റ് 1 + x3 അതുകൊണ്ട് 1. രണ്ടാമത്തെ ഇക്വേഷനകത്ത് എന്ത് വരും? -x1 + x2 - x3. അപ്പൊ x1ന്റെ കോഎഫിഷ്യന്റ് -1, x2ന്റെ കോഎഫിഷ്യന്റ് 1, x3യുടെ കോഎഫിഷ്യന്റ് -1. തേർഡ് ഇക്വേഷൻ എന്താണ്? അവിടെ x1 ഇല്ല. 10x2 + 25x3 = 19. അപ്പൊ x2ന്റെ കോഎഫിഷ്യന്റ് x1 ഇല്ലാത്തത് കൊണ്ട് അവിടെ 0 കൊടുത്തു. x2ന്റെ കോഎഫിഷ്യന്റ് 10, x3യുടെ കോഎഫിഷ്യന്റ് 25. ഫോർത്ത് ഇക്വേഷൻ 20x1 + 10x2 = 18. അപ്പൊ അവിടെ x1ന്റെ കോഎഫിഷ്യന്റ് 20, x2ന്റെ കോഎഫിഷ്യന്റ് 10, x3യുടെ കോഎഫിഷ്യന്റ് ഇവിടെ x3 എന്ന് പറഞ്ഞ ടേം ഇല്ല. അതുകൊണ്ട് അവിടെ എന്ത് കൊടുക്കും? 0 കൊടുത്തു. അതുകൊണ്ടാണ് ഇവിടെ 0. ഈ തേർഡ് ഇക്വേഷനകത്ത് x2 ഇല്ലാത്തതുകൊണ്ട് അവിടെ x1 ഇല്ലാത്തതുകൊണ്ട് അവിടെ 0. 2 0 വന്നതിന്റെ റീസൺ മനസ്സിലായോ? x1 ഇല്ല ഒരിടത്ത്, തേർഡ് ഇക്വേഷനകത്ത് x1 ഇല്ല, ഫോർത്ത് ഇക്വേഷനകത്ത് x3 ഇല്ല. ആ 2 സ്ഥാനത്തും 0 കൊടുത്തു. നമ്മൾ അപ്പൊ കിട്ടിയ മെട്രിക്സ് ആണ് കോഎഫിഷ്യന്റ് മെട്രിക്സ്. ഇതാണ് നമുക്ക് കിട്ടിയ കോഎഫിഷ്യന്റ് മെട്രിക്സ്. ഇനി നമുക്ക് എന്താണ്? ഏതൊക്കെ വേരിയബിൾ ആണുള്ളത്? x1 x2 x3 ആണല്ലോ. അപ്പൊ അത് നമ്മുടെ കോളമായിട്ട് എഴുതി. നമ്മൾ ഇതാണ് ഫോം എപ്പോഴും ഓർത്തിരിക്കാൻ പറഞ്ഞു. എന്താ? Ax = b ഫോമിലാണ് നമ്മൾ ആ സിസ്റ്റത്തെ എഴുതുന്നത്. തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ എഴുതുന്നത് Ax = b ഫോമിലാണ്. അവിടെ A എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് മെട്രിക്സ് ആണ്. അത് നമ്മളിപ്പോ എഴുതി. ഇനി x എന്ന് പറഞ്ഞാൽ എത്ര അൺനോൺസ് ഉണ്ടോ? ഇവിടെ തന്നിരിക്കുന്ന എത്ര എണ്ണം? x1 x2 x3 ആണ്. 3 എണ്ണമാണ്. 3 എണ്ണത്തിന്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പൊ 3 വാല്യൂസ് x1 x2 x3 അതും എഴുതി. കോളമായിട്ട് വേണം അത് എഴുതാനായിട്ട്. അടുത്ത റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന നമ്പർ ഏതൊക്കെയാ? ഫസ്റ്റ് ഇക്വേഷനകത്ത് 0, സെക്കൻഡ് ഇക്വേഷനകത്ത് 0, തേർഡ് ഇക്വേഷനകത്ത് 90, ഫോർത്ത് ഇക്വേഷനകത്ത് 80. അങ്ങനെ 4 അൺനോൺസ് ആണ് തന്നിരിക്കുന്നത്. 0 0 90 80. അതും കോളമായിട്ടാണ് താഴോട്ടല്ലേ എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓർത്തിരുന്നത് കോളമായിട്ടാണ് എഴുതുന്നത്. അപ്പൊ Ax = b ഫോം. ഇതാണ് നമ്മുടെ Ax = b. ഇതാണ് A. ഇത് x എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് പറയുന്നതാണ്. അത് xy z ആവാം, അല്ലെ x1 x2 x3 ആവാം. b എന്ന് പറയുന്ന കോൺസ്റ്റന്റ്, റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന കോൺസ്റ്റന്റ് ആണ് b. ക്യാപിറ്റൽ B എന്ന് പറഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യുന്ന റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന കോൺസ്റ്റന്റ് ആണ് കേട്ടോ.
അപ്പൊ AX ഈക്വൽ ടു B ഫോം എഴുതി. ഇനി നമ്മൾ ഇതിൽ നിന്ന് ഓഗ്മെന്റഡ് മെട്രിക്സ് AB ഫോം ചെയ്യും. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ തന്നിരിക്കുന്ന കോഎഫിഷ്യന്റ് മെട്രിക്സ് ഉണ്ടല്ലോ, ആ കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ കൂടെ എന്ത് ചെയ്യും? ഈ റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഈ മെട്രിക്സ് അങ്ങ് ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ അഡീഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. ആ ലാസ്റ്റ് കോളം, ഈ ഒരു മെട്രിക്സിന്റെ ലാസ്റ്റ് കോളമായിട്ട് നമ്മൾ ഇതിനെ അങ്ങ് എഴുതും. അപ്പൊ നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുന്ന മെട്രിക്സ് ഏതാണ്? നമുക്ക് കിട്ടിയ മെട്രിക്സ് 1 -1 1. 1ന്റെ കൂടെ ഈ 0യും കൂടെ ചേർത്ത് അങ്ങ് എഴുതി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റോ എങ്ങനെയായി? 1 -1 1 0. അപ്പൊ ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? AB എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. A എന്ന് പറയുന്നത് നമ്മുടെ കോഎഫിഷ്യന്റ് മെട്രിക്സ്, B എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ആ നമ്പർ. അത് രണ്ടും കൂടെ ചേർത്ത് അങ്ങ് എഴുതുക. അതാണ് ഓഗ്മെന്റഡ് മെട്രിക്സ്. A മാത്രം വരുമ്പോൾ കോഎഫിഷ്യന്റ് മെട്രിക്സ്, എയുടെ കൂടെ ഈ ബിയും കൂടെ ചേർത്ത് വരുമ്പോൾ ഓഗ്മെന്റഡ് മെട്രിക്സ്. ആ പേരിൽ വ്യത്യാസം വരും എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ കോഎഫിഷ്യന്റ് മെട്രിക്സ് ഇത്രയേ ഉള്ളൂ. അതിന്റെ ലാസ്റ്റ് കോളമായിട്ട് നമ്മൾ ഈ പറയുന്ന റൈറ്റ് സൈഡിലുള്ള നമ്പർ എഴുതുവാണ്. ഏതാ നമ്പർ? 0, ഇവിടോട്ട് 0 0, പിന്നെന്താണ് 90, ലാസ്റ്റ് 80. അപ്പൊ ആ ലാസ്റ്റ് കോളമായിട്ട് ഈ ഒരു ഇത് ഇവിടോട്ട് അങ്ങ് ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഉദ്ദേശിച്ചത് എന്താണ്? ഇതിനെ ചേർത്തങ്ങ് എഴുതി. അപ്പൊ നമുക്ക് AB, ആ പേര് തന്നെ ഉണ്ടല്ലോ, എയും എയുടെ കൂടെ ബിയും വന്നു ലാസ്റ്റ് കോളം. അപ്പൊ AB ഓഗ്മെന്റഡ് മെട്രിക്സ് കിട്ടി. ഇനി ഈ ഓഗ്മെന്റഡ് മെട്രിക്സിനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? എക്കലോൺ ഫോമിലേക്ക് മാറ്റാനായിട്ട്. അപ്പൊ കോഎഫിഷ്യന്റ് മെട്രിക്സ് ഓർത്തിരിക്കുക, ആ കോഎഫിഷ്യൻസ് എല്ലാം കൂടെ ചേർത്തെഴുതുന്നത്. പിന്നെ B എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന കോൺസ്റ്റന്റ് ആണ്. അതെല്ലാം കൂടെ ചേർത്ത് കോളമായിട്ട് വേണം എഴുതാൻ. ആ കോളത്തെ നമ്മുടെ ഈ കോഎഫിഷ്യന്റ് മെട്രിക്സിനോട് ചേർത്തെഴുതും. അതായത് ലാസ്റ്റ് കോളമായിട്ട് ഈ B വരും. അപ്പൊ കിട്ടുന്ന മെട്രിക്സിനെ ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓഗ്മെന്റഡ് മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്യുക? എക്കലോൺ ഫോമിലേക്ക് മാറ്റി എഴുതുക. അപ്പൊ അതാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നോക്കി, എക്കലോൺ ഫോം ഫസ്റ്റ് റോ കൺസിഡർ ചെയ്തു. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് ഏതാണ്? 1 ആണ്. ആ 1ന്റെ താഴെ ഏതൊക്കെ നമ്പർ ഉണ്ട്? -1 ഉണ്ട്, 0 ഉണ്ട്, 20 ഉണ്ട്. അപ്പൊ അതെല്ലാം 1ന് താഴെയുള്ള ഈ പറയുന്ന -1 0 0 0 തന്നെയാണ്. അപ്പൊ പിന്നെ അത് 0 ആക്കണ്ട. പിന്നെ ഉള്ളത് ഏതാ? 20. അപ്പൊ ഈ 3 നമ്പറും 0 ആവണം. ഈ -1ന്റെ സ്ഥാനത്ത് ആദ്യം എന്ത് വരണം? 0 വരണം. 0യുടെ സ്ഥാനത്ത് 0 ആക്കേണ്ട ആവശ്യമില്ല, കാരണം 0 ആണ്. അടുത്തത് 20യുടെ സ്ഥാനത്ത് 0 വരണം. അപ്പൊ -1ന്റെ സ്ഥാനത്ത് എപ്പോഴും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോഴെല്ലാം R1 ചെയ്യണമെന്ന് പറഞ്ഞു. ഫസ്റ്റ് റോയുമായിട്ട് വേണം ചെയ്യാൻ. ഈ -1ന്റെ സ്ഥാനത്ത് 0 വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? -1ന്റെ കൂടെ ഒരു 1 ആഡ് ചെയ്താൽ മതി. ആ 1 ഇവിടെ തൊട്ട് മുകളിൽ കിടപ്പുണ്ടല്ലോ. അപ്പൊ നമ്മൾ R2, അതായത് സെക്കൻഡ് റോയാണല്ലോ മാറ്റുന്നത്. R2 എന്ന് പറയുന്നത് -1 എന്ന് പറയുന്നത് ഏത് റോയിലാ? സെക്കൻഡ് റോയിലാണ്. അപ്പൊ സെക്കൻഡ് റോയിലെ -1ന്റെ സ്ഥാനത്ത് 0 വരണമെങ്കിൽ R2നെയാണ് നമ്മൾ ചേഞ്ച് ചെയ്തത്. എങ്ങനെ? R2ന്റെ കൂടെ, അതായത് -1ന്റെ കൂടെ എന്ത് ആഡ് ചെയ്താൽ മതി? നേരെ മുകളിൽ കിടക്കുന്ന 1 എന്ന് പറയുന്നത് എവിടെയാ കിടക്കുന്നത്? റോ 1, ഫസ്റ്റ് റോയിലാണ് കിടക്കുന്നത്. അപ്പൊ R2 -1 സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് -1ന്റെ കൂടെ R1 ആയ, ഇവിടെ R1 ഏതാ? R1ന്റെ സ്ഥാനത്ത് ഫസ്റ്റ് റോയിൽ കിടക്കുന്ന ഏതാണ്? 1 ആണ്. അപ്പൊ -1 + 1 എന്താവും? 0 ആകും. അപ്പൊ നമുക്ക് ആ -1നെ പെട്ടെന്ന് നമുക്ക് 0 ആക്കാമല്ലോ. എന്ത് ചെയ്താൽ മതി? ആ നേരെ മുകളിൽ കിടക്കുന്ന 1ഉമായിട്ട് ആഡ് ചെയ്താൽ മതി. നേരെ മുകളിൽ കിടക്കുന്ന 1 എന്ന് പറയുന്നത് ഏതാണ്? R1 ആണ്. അതാണ് ഈ ചെയ്തേക്കുന്നത് കേട്ടോ. R1നെ എങ്ങനെ മാറ്റി? R1നെ അല്ല, R2നെ എങ്ങനെ മാറ്റി? R2 + R1 ചെയ്തു. ഇവിടെ R2 R1 എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? സെക്കൻഡ് റോ, ഫസ്റ്റ് റോ, അതൊക്കെയാണ്. അപ്പൊ സെക്കൻഡ് റോയിലെ ഇവിടുത്തെ എലമെന്റ് -1 ആണ്. ആ -1നെ 0 ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 1ന്റെ കൂടെ ആഡ് ചെയ്തത്. അപ്പൊ -1 + 1, അതായത് R2 + R1 എന്നുള്ള രീതി ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ആൻസർ എന്ത് വരും? 0 വരും. അതിനനുസരിച്ച് ഈ ഒരു -1 0 ആവുക മാത്രമല്ല, ഈ പറയുന്ന R2ലാണ് ചെയ്തത്. R2ൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ട്? -1 ഉണ്ട്, 1 ഉണ്ട്, -1 ഉണ്ട്, 0 ഉണ്ട്. ഇതെല്ലാം സെക്കൻഡ് റോയിലെ എലമെന്റ്സാ. അപ്പൊ നമ്മൾ ഈ -1നെ 0 ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റോ ഓപ്പറേഷൻ ചെയ്തതെങ്കിലും ആ -1 മാത്രമല്ല 0 ആകുന്ന അനുസരിച്ച് ഈ നമ്പറും എന്താകും? ചേഞ്ച് ആവും. അപ്പൊ 1ന്റെ കൂടെ നേരെ മുകളിൽ കിടക്കുന്ന R1 ഏതാ? അവിടെ -1. 1 + -1 അവിടെ എന്തായി? 0 ആയി. അടുത്തത് -1 + 1 അതെന്തായി? 0 ആയി. 0+ അടുത്തത് 0+ നേരെ മുകളിൽ കിടക്കുന്ന 0 + 0 അതും എന്തായി? 0 ആയി. അപ്പൊ സെക്കൻഡ് റോ ഫുൾ എന്തായി മാറി? 0 ആയിട്ട് മാറി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സെക്കൻഡ് റോ ഫുള്ള് 0 അല്ലേ? ഫുള്ള് 0 ആണെങ്കിൽ നമുക്കത് അവിടെ എല്ലാ ആ ഒരു റോയിലെ എല്ലാ എലമെന്റും ഈ പറയുന്ന പോലെ 0 കിട്ടിക്കഴിഞ്ഞാൽ അത് എപ്പോഴും എന്ത് ചെയ്യണം? ഏറ്റവും ലാസ്റ്റ്. കാരണം നമുക്ക് ആ 0 ആണ്, അതിന്റെ ആവശ്യമില്ല. ബാക്കി നമ്പർ ഉള്ളതല്ലേ 0 ആക്കി വരേണ്ടത്. അപ്പൊ 0 കിട്ടിയത് എന്ത് ചെയ്യുക? ഏറ്റവും ലാസ്റ്റ് റോയിലേക്ക് മാറ്റണം. അതാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്തേക്കുന്നത് കേട്ടോ. R2നെ R4നെ ഇന്റർചേഞ്ച് ചെയ്തു. R2 എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ കിട്ടിയ ഫുള്ള് 0. R4 അടുത്ത് നമ്മൾക്ക് ഇവിടെ 0 ആക്കിയിട്ട് ചെയ്യാം. ഏത്? അപ്പൊ നമ്മള് സെക്കൻഡ് റോ ചെയ്തു, ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഏതാ? തേർഡ് റോയിലെ
സീറോ, അത് സീറോ ആണ്. അതുകൊണ്ട് തേർഡ് റോയ്ക്കൊന്നും വ്യത്യാസമില്ല. അടുത്ത സീറോ ആക്കേണ്ട ഏതാ? 20 ആണ് സീറോ ആക്കേണ്ടത്. 20 എവിടെയാ കിടക്കുന്നത്? R4, അതായത് 4th റോയിലാണ് 20 കിടക്കുന്നത്. അപ്പൊ ആ 20 എന്ത് ചെയ്യണം? സീറോ ആക്കണം. 20യെ സീറോ ആക്കണമെങ്കിൽ 20യോട് 20 മൈനസ് ചെയ്താൽ പോരെ. അപ്പൊ 20യോട് 20 മൈനസ് ചെയ്യണമെങ്കിൽ ഇവിടെ വേറെ ഒന്നും എന്തില്ല? 20 ഇല്ല. അപ്പൊ എന്ത് ചെയ്യുക? അവിടെ 20 വരണം. 20 വരണമെങ്കിൽ 1നെ എന്ത് ചെയ്താൽ മതി? 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യും? എന്ത് കിട്ടും? 20 കിട്ടുമല്ലോ. 1 into 20 20 ആണ്. എന്നിട്ട് ഈ 20യും ആ 20യും കൂടെ അങ്ങ് മൈനസ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ എന്ത് കിട്ടും? സീറോ കിട്ടുമല്ലോ. അപ്പൊ R4-ലല്ലേ 20 കിടക്കുന്നേ. അപ്പൊ R4-നെ എങ്ങനെ മാറ്റുക? R1-ന്റെ കൂടെ ഒരു 20 അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. R1-ന്റെ കൂടെ, R1 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ. നേരെ മേളിൽ കിടക്കുന്ന R1 1 ആണ്. ആ 1ന്റെ കൂടെ ഒരു 20 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 20 കിട്ടും. ഇവിടെ R4 എന്ന് പറയുന്നത് 20 ആണ്. അപ്പൊ R4 മൈനസ്, അതായത് 20 മൈനസ് 20 into 1, 20 മൈനസ് 20 എന്ത് കിട്ടും? നമുക്ക് ഫൈനൽ ആൻസർ 0 എന്ന് കിട്ടും. ചെയ്ത് നോക്കിയാൽ മതി. ഈ ഓപ്പറേഷൻസ് എല്ലാം ചെയ്യുന്നത് എന്തിനാണ്? ഇവിടെ 0 ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കി ഈ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയോ വന്നോട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. ഏത് നമ്പർ വന്നാലും പ്രശ്നമില്ല. നമുക്ക് അവിടെ 0 ആക്കാം. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അതൊരു പ്രശ്നമില്ല. അവിടെ 0 ആയി ആൻസർ കിട്ടണം എന്ന് മാത്രം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? R4 മൈനസ് 20 into R1 ചെയ്തപ്പോ അവിടെ എന്ത് ചെയ്തു? 0 കിട്ടി. അപ്പൊ അതനുസരിച്ച് R4 ബാക്കി വ്യത്യാസം വരുമല്ലോ. 20 അവിടെ 0 ആക്കി അത് ചെയ്തു. ഓക്കെ, അടുത്തത് എന്താണ്? 10ന്റെ സ്ഥാനത്ത് ഏത് നമ്പർ വരും നോക്കണം. 0യുടെ സ്ഥാനത്ത് ഏത് നമ്പർ വരും നോക്കണം. 80യുടെ സ്ഥാനത്ത് ഏത് നമ്പർ വരും. അപ്പൊ 10ന്റെ നോക്കിക്കേ, ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. R4 അവിടെ അടുത്ത ഏതാണ്? 10 ആണ്. 10 മൈനസ് 20 into അവിടുത്തെ നേരെ 10 നേരെ മുകളിലുള്ള R1 ഏതാ? ഫസ്റ്റ് റോയിലെ -1. അപ്പൊ എന്ത് കിട്ടും? ഈ മൈനസ് പ്ലസ് ആവും. 10 plus 20 നമുക്ക് ആൻസർ എന്ത് കിട്ടും? 30 എന്ന് കിട്ടും. അപ്പൊ അത് 30 കിട്ടി. അടുത്ത 0യുടെ സ്ഥാനത്ത്, അതായത് ഈ 0യുടെ സ്ഥാനത്ത് എന്ത് വരണം? അപ്പൊ R4 എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 മൈനസ് 20 into R1 എന്ന് പറഞ്ഞാൽ 0യുടെ നേരെ മുകളിൽ കിടക്കുന്ന R1 ഏതാണ്? 1 ആണ്. അപ്പൊ എന്ത് കിട്ടും? 0 മൈനസ് 20, 0 മൈനസ് 20 എന്താണ്? -20 ആണ്. അപ്പൊ ആ 0യുടെ സ്ഥാനത്ത് നമുക്ക് ആൻസർ എന്ത് കിട്ടും? -20 എന്ന് കിട്ടും. ഇനി അടുത്ത ഏതാണ്? 80. 80യുടെ സ്ഥാനത്ത് ഏതാന്ന് നോക്കാം. അപ്പൊ R4 മൈനസ് 20 into R1 ആണ് നമ്മൾ ചെയ്തത്. R4ന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 80 ആണ്. 80 മൈനസ് 20 into ആ 80യുടെ നേരെ മുകളിൽ കിടക്കുന്നതാണ് നമ്മുടെ അടുത്ത R1. അതേതാണ്? 0 ആണ്. അപ്പൊ 80 മൈനസ് 20 into 0, 0. 80 മൈനസ് 0 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 80 തന്നെ കിട്ടും. അപ്പൊ 80യുടെ സ്ഥാനത്ത് നമുക്ക് എന്താ കിട്ടിയത്? 80 തന്നെയാണ് കിട്ടിയത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. എന്താണ്? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് താഴെയുള്ള എലമെന്റ്സ് എല്ലാം എന്താക്കി? 0 ആക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇവിടെ ഒരു ഫുള്ള് 0 കിട്ടിയില്ലേ? എവിടെ ഫുള്ള് 0 റോ കിട്ടിയാൽ അതിനെ എങ്ങനെ എന്ത് ചെയ്യുക? ഏറ്റവും താഴെയായിട്ട് ആ മെട്രിക്സിന് ഏറ്റവും താഴെയായിട്ട് എഴുതുക. അപ്പൊ അത് സെക്കൻഡ് റോ അല്ലേ? R2 അല്ലേ? ഇതേതാണ്? 4th റോ അല്ലേ? R4 അല്ലേ? അപ്പൊ R2നെ R4നെ ഇന്റർചേഞ്ച് ചെയ്യും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുക. എങ്ങോട്ട്? ആ R2നെ എടുത്ത് ഏറ്റവും താഴെയാക്കി R4നെ എടുത്ത് സെക്കൻഡ് റോയുമായിട്ട് എഴുതി. R2 എന്ന് പറയുന്നത് ഇതായിരുന്നു, അതിനെ ഏറ്റവും R4 ആക്കി. തിരിച്ച് ഈ R4 എന്ന് പറയുന്നത് ഇതാണ്, അതെടുത്ത് എവിടെ എഴുതി? സെക്കൻഡ് റോ ആയിട്ട് എഴുതി. സെക്കൻഡ് റോ ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് ഇവിടെ സെക്കൻഡ് റോ എങ്ങനെ വരും? 0, 30, -28. എന്തിനാ അങ്ങനെ ഇന്റർചേഞ്ച് ചെയ്യുന്നത് മനസ്സിലായോ? ഫുള്ള് 0 വന്നാൽ, ഏതെങ്കിലും 1, 2, 3 0 വന്നാലല്ല, ഫുള്ള് എലമെന്റ്സ് 0 വന്നാൽ അതെപ്പോഴും ആ മെട്രിക്സിന് ഏറ്റവും ലാസ്റ്റിൽ വേണം എഴുതാനായിട്ട്. അപ്പൊ നമുക്ക് R4ഉം R2 കൂടി ഇന്റർചേഞ്ച് ചെയ്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനാണ് ഈ സിമ്പിൾ യൂസ് ചെയ്തേക്കുന്നത്. ഇന്റർചേഞ്ച് കിട്ടിയ മെട്രിക്സ് ആണ് ഇതെന്ന് പറയുന്നത്. ഇനി നമ്മുടെ നോക്കാം, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 താഴെയുള്ള എലമെന്റ് എല്ലാം 0. രണ്ടാമത് എടുക്കാം സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഇവിടെ ഏതാണ്? 30 ആണ്. ആ 30യുടെ താഴെയുള്ള ഏതൊക്കെ 0 ആക്കണം? 10ഉം അടുത്ത നമ്പർ 0 ആണ്. അതുകൊണ്ട് അത് 0 ആക്കണ്ട. അപ്പൊ 10 ആണ് 0 ആക്കണ്ടേ. അപ്പൊ 10 0 ആക്കണമെങ്കിൽ ഇപ്പോഴിനി R1 ഒന്നും ചെയ്യരുത്, R2 ആയിട്ട് ഓപ്പറേഷൻ ചെയ്യാവൂ. കാരണം നമ്മളിവിടെ ഓൾറെഡി 0 ആക്കിയതാണ്. R1 ആയിട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ 1 ഒക്കെ താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് R2 ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പൊ ഈ 10നെ 0 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് 10 - 10 വരണം അല്ലെ? 10 - 10 വരിക എന്ന് പറയുന്നത് നമുക്കിവിടെ എങ്ങനെ വരും? പാടാ. അതിന് പകരം എന്ത് ചെയ്താൽ മതി? ഇവിടെ 10ന് മുകളിൽ എന്തുണ്ട്? 30 ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് ചെയ്യുക? എങ്ങനെ വേണേലും 0 ആക്കാൻ പ്രശ്നമല്ല, ഞാൻ എന്റേതായ രീതിയിൽ പറയുന്നേ ഉള്ളൂ. ഇതിനെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 30 കിട്ടുമല്ലോ. ആ 10നെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോ 30 30 കിട്ടും. ആ 30നെ ഈ തൊട്ട് മുകളിൽ കിടക്കുന്ന R2 30ഉമായിട്ട് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടുമല്ലോ. നമുക്കപ്പോ ആ രീതിയിൽ ചെയ്യാം. അപ്പൊ R3 ഈ 10നെയാണ് 0 കിട്ടേണ്ടത്. അപ്പൊ 10 കിടക്കുന്നത് എവിടെയാണ്? തേർഡ് റോയിലാണ്. അപ്പൊ R3യിലാണ് ചേഞ്ച് ചെയ്തത്. അപ്പൊ ഞാൻ ആ 10നെ എന്ത് ചെയ്തു? ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു.
3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നേരെ മുകളിൽ കിടക്കുന്ന 30 മൈനസ് ചെയ്ത്, അതായത് R2 മൈനസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാലോ. 3R3 മൈനസ് എങ്ങനെ വേണമെങ്കിലും റോ ഓപ്പറേഷൻസ് ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ അവിടെ 0 ആയിരിക്കണം ആൻസർ എന്ന് മാത്രം. അപ്പൊ ഞാൻ ആ പറയുന്ന 10നെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 30 എന്ന് കിട്ടും. ആ 30 നേരെ മുകളിൽ കിടക്കുന്ന 30 അതായത് R2 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 0 കിട്ടും. അപ്പൊ 3R3 മൈനസ് R2 ചെയ്യുന്നു, നമുക്ക് എന്ത് ആൻസർ കിട്ടും? 3R3 മൈനസ് R2 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 0 എന്ന് കിട്ടും. എന്ത് നെഗറ്റീവ് എന്ത് പോസിറ്റീവ് എല്ലാം നിശ്ചയിച്ചു വിട്ടവരുടെ മുന്നിൽ ആനന്ദം തരും. നമ്മൾ മനുഷ്യരെ ഓരോ വിശ്വാസങ്ങൾ കണ്ടുപിടിക്കുന്നു. ഞാനേ പോയി പറയാം. നോക്കിക്കേ, ഇവിടെ നമ്മൾ ചെയ്തത് ഇതാണ്. ഈ 10ന്റെ സ്ഥാനത്ത് എന്താക്കുക? 0 ആക്കുക. ഇപ്പൊ 10ന്റെ സ്ഥാനത്ത് 3R3 മൈനസ് R2 ചെയ്തപ്പോ ആ 10ന്റെ സ്ഥാനത്ത് എന്തായി? 0 ആയി. ഇനി അടുത്ത 25. ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യുക? 3 ഇൻറ്റു R3യുടെ സ്ഥാനത്ത് അവിടെ 25 ആണ്. അപ്പൊ 3 ഇൻറ്റു 25 മൈനസ് അതിന് നേരെ മുകളിൽ കിടക്കുന്നതാണ് നമ്മുടെ R2. എന്ത്? -20. -20 ഇൻറ്റു -20 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 25 ഇൻറ്റു 3 എന്ന് പറയുന്നത് 75 എന്ന് കിട്ടും. 75 മൈനസ് പ്ലസ് ആവും. +20 എന്ത് കിട്ടും? നമുക്ക് ആൻസർ 95 എന്ന് കിട്ടും. അപ്പൊ അവിടെ 95 കിട്ടി. ഇനി അടുത്ത എന്താണ്? R3യിലാണ് ഈ വ്യത്യാസം എല്ലാം വരുന്നത്. അടുത്ത R3 എന്ന് പറയുന്നത് 90 ആണ്. അപ്പൊ 90 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 3 ഇൻറ്റു R3യുടെ സ്ഥാനത്ത് 90 മൈനസ് അത് നേരെ മുകളിൽ കിടക്കുന്ന R2 എന്താണ്? അവിടുത്തെ R2 80 ആണ്. അപ്പൊ 3 ഇൻറ്റു 90 മൈനസ് 80 എത്ര കിട്ടും? 270 മൈനസ് 80 എത്ര കിട്ടും? 190 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഈ ഒരു റോ മാറ്റി ഈ ഒരു ഓപ്പറേഷൻ വെച്ചിട്ടാണ് അതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തങ്ങ് പോയാൽ മതി. അവിടുത്തെ ഓരോരുത്തരുടെ R3 എല്ലാം വ്യത്യാസം വരും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് R3, രണ്ടാമത്തെ R3 ഇത്, മൂന്നാമത്തെ R3 ഇത്, നാലാമത്തെ R3 ഇത്. അതിനനുസരിച്ച് നമ്മുടെ R2 മാറും. ഫസ്റ്റ് R2 ഇത്, രണ്ടാമത് R2 ഇത് കൊടുക്കണം, മൂന്നാമത് ഇതിനകത്ത് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ ആ റോ എങ്ങനെ മാറും? ഈ ഒരു റോ മാറിയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. അതെങ്ങനെ കിട്ടിയത്? 0 ഈ 10ന്റെ സ്ഥാനത്ത് 0 ആക്കാൻ വേണ്ടി ചെയ്തതാണ്. അതിനനുസരിച്ച് 25ന്റെ സ്ഥാനത്ത് 95 വരും, ഈ 90യുടെ സ്ഥാനത്ത് 190 വരും. അപ്പൊ എങ്ങനെ കിട്ടിയല്ലോ? ഇപ്പൊ നമ്മുടെ എക്കലൻ ഫോം ആയില്ലേ? എല്ലാം ഫസ്റ്റ് റോ എടുത്തു. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് 1 ആണ്. അതിന് താഴെയുള്ള എലിമെന്റ്സ് എല്ലാം 0 എന്ന് കിട്ടി. സെക്കൻഡ് റോ എടുത്തു. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് 30 ആണ്. അതിന് താഴെയുള്ള എല്ലാം 0 എന്ന് കിട്ടി. തേർഡ് റോ എടുത്തു. തേർഡ് റോയുടെ ഫസ്റ്റ് നോൺ സീറോ എലിമെന്റ് 95 ആണ്. അതിന് താഴെ എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. ഇതെന്താണ്? എക്കലൻ ഫോം ആണ്. ഇതാണ് നമ്മുടെ എക്കലൻ ഫോം. ഇനി എന്ത് ചെയ്യുക? ഇതിനകത്ത് നിന്ന് നമ്മള് ഇക്വേഷൻ എഴുതും. അപ്പൊ നോക്കിക്കേ, ഇത് ഇത്രയേ 0 ആക്കി എന്തിനാണെന്ന് അറിയോ? ആ x1 അത് ഇത്രയും 0 ആക്കുന്നത് എങ്ങനെയാ? ഇവിടെ എല്ലാം നമ്മൾ എഴുതുന്നത് x1 അല്ലേ? ഇതെല്ലാം എഴുതുന്നത് x2 ആണ്. ഇതെല്ലാം എഴുതുന്നത് x3 ആണ്. അതായത് എങ്ങനെ വരും? ഇത് ഫുൾ x1ന്റെ കോഎഫിഷ്യന്റ്, ഇത് ഫുൾ x2ന്റെ കോഎഫിഷ്യന്റ്, ഇത് ഫുൾ x3യുടെ കോഎഫിഷ്യന്റ്, ഇത് നമ്മുടെ റൈറ്റ് സൈഡിലുള്ള നമ്പർ x3, x1, x2, x3 മാത്രമേ ഉള്ളായിരുന്നല്ലേ ഈ ക്വസ്റ്റിനകത്ത്. അപ്പൊ ഈ x1നകത്ത് ഇത്രയും അങ്ങ് 0 ആക്കുന്ന പറഞ്ഞാൽ അത്രയും അങ്ങ് ഒഴിവായി കിട്ടി. x2നകത്ത് ഇത് 0 ആക്കുക എന്ന് പറഞ്ഞാൽ അത്രയും x2ന്റെ കോഎഫിഷ്യന്റ് ഒഴിവായി കിട്ടി. ഒഴിവായി കിട്ടിയുള്ള ഗുണം എന്താണ്? ഇതെന്താണ്? നമ്മുടെ x3 അല്ലേ? ഇത് ഫുൾ x1, ഇത് ഫുൾ x2, ഇത് ഫുൾ x3. അപ്പൊ എപ്പോഴും ലാസ്റ്റിൽ നിന്ന് വേണം ഇക്വേഷൻ എഴുതാനായിട്ട്. അപ്പൊ ഇതെന്ത് കിട്ടും? 95 എന്ന് പറയുന്നത് ഏതാണ്? x3യുടെ കോഎഫിഷ്യന്റ് ആണ്. 95 x3 is equal to എന്താണ്? റൈറ്റ് സൈഡിലുള്ള കോൺസ്റ്റന്റ് ചേർത്തിട്ടല്ലേ നമ്മള് ലാസ്റ്റ് കോളം എഴുതിയത്. അപ്പൊ 95 x3 is equal to 190 എന്ന് എഴുതാലോ. അപ്പൊ x3യുടെ വാല്യൂ എന്ത് കിട്ടും? 190 ഡിവൈഡഡ് ബൈ 95 എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അപ്പൊ x3യുടെ വാല്യൂ എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ഇപ്പൊ ലാസ്റ്റ് ഇങ്ങനെ എക്കലൻ ഫോം ആക്കിയതിനു ശേഷം ലാസ്റ്റ് റോ ഇത് ഫുള്ള് 0 ആയതുകൊണ്ടാണ് ഇത് കൺസിഡർ ചെയ്യാൻ. ഇത് ഫുള്ള് 0 ആയി. അപ്പൊ ഇത് എടുത്തിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒരു നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ അത് കൺസിഡർ ചെയ്യേണ്ടി വന്നേനെ. ഇത് ഫുള്ള് 0 ആയതുകൊണ്ട് ലാസ്റ്റ് റോ പിന്നെ ഏതാണ്? തേർഡ് റോ ആണ്. അതിനകത്ത് ഇക്വേഷൻ എഴുതും. ഇത് 0 ഇൻറ്റു x1 പ്ലസ് 0 ഇൻറ്റു x2 പ്ലസ് 95 ഇൻറ്റു x3 is equal to എന്താണ്? 190. അതിൽ നിന്ന് നമുക്ക് x3 എന്തെന്ന് കിട്ടും? x3 എന്തെന്ന് കിട്ടും? 190 ഡിവൈഡഡ് ബൈ 95 എന്തെന്ന് കിട്ടും? അല്ല ഇങ്ങനെ മെട്രിക്സ് ഈ രീതിയിൽ എഴുതി ചെയ്താലും മതി. എങ്ങനെയാ? എക്കലൻ ഫോം ആക്കി എക്കലൻ ഫോമിൽ നമ്മുടെ കോഎഫിഷ്യന്റ് മെട്രിക്സ് ഈ ഒരു കോളത്തെ ഞാൻ കട്ട് ചെയ്ത് പഴയ പോലെ ബി ആയിട്ട് റൈറ്റ് സൈഡിൽ എഴുതി
റൈറ്റ് സൈഡിൽ എഴുതിയിട്ട് അതിൽ നിന്ന് ഇക്വേഷൻ എഴുതാം. അപ്പൊ ഫസ്റ്റ് റോയിൽ നിന്ന് ഇക്വേഷൻ എന്താ കിട്ടുന്നത്? ഫസ്റ്റ് റോയിലെ എലിമെന്റ് ഏതാണ്? x1. x1 രണ്ടാമത് -1 ആണ്. അപ്പൊ -x2 മൂന്നാമത് 1 ആണ്. അപ്പൊ x3 = എന്തെന്ന് കിട്ടും? 0 എന്ന് കിട്ടും. രണ്ടാമത്തെ റോയിൽ നിന്ന് ഇക്വേഷൻ എന്താണ്? ഇവിടെ x1 0 ആണ്. അവിടെ x2 എന്താണ്? -30x2. അടുത്തത് മൈനസ് അല്ല, +30x2 -20x3 = എന്താണ്? 80 ആണ്. രണ്ടാമത്തേനകത്ത് ഇക്വേഷൻ. മൂന്നാമത്തേനകത്ത് ഇക്വേഷൻ എന്ത് കിട്ടും? 95x3 = എന്താ? 190 എന്ന് കിട്ടും. അതിൽ നിന്ന് x3യുടെ വാല്യൂ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഈ x3യുടെ വാല്യൂ എടുത്ത് നമുക്ക് ഈ ഒരു സെക്കൻഡ് ഇക്വേഷൻ കൊടുത്താൽ എന്ത് കിട്ടും? x2ന്റെ വാല്യൂ കിട്ടുമല്ലോ. ആ x3 x2 കൂടെ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്ത് നമുക്ക് എന്ത് കിട്ടും? x1ന്റെ വാല്യൂ കിട്ടും. അപ്പൊ ഈ രീതിയിലാണ് നമ്മള് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷനെ സോൾവ് ചെയ്യുന്നത്. അപ്പൊ x3യുടെ വാല്യൂ 2 കിട്ടി. ഇനി നമുക്ക് ആ x3യുടെ വാല്യൂ ഇതിനകത്തോട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ ആ ഇക്വേഷൻ എന്താ പറയുന്നത്? 30x2 - 20x3 = 80. x3യുടെ വാല്യൂ 2 ആണ്. അപ്പൊ 30x2 - x3ക്ക് വരെ 2 കൊടുത്താൽ 2 × 20 എത്ര കിട്ടും? 40. 40 = 80 എന്ന് കിട്ടും. അപ്പൊ 30x2 = ഈ -40യെ ഈ സമത്തിന് ഈക്വൽ സൈന് റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നു, സമത്തിന് ഇപ്പുറത്ത് കൊണ്ടുവന്നത് എന്താ? +40 ആവും. അപ്പൊ 80 + 40 80 + 40 എത്ര കിട്ടും? 120 എന്ന് കിട്ടും. അതിൽ നിന്ന് x2ന്റെ വാല്യൂ എന്താ? 120/30 എത്ര കിട്ടും? 3 12 4 എന്ന് കിട്ടുമല്ലോ. അപ്പൊ x2ന്റെ വാല്യൂ 4, x3യുടെ വാല്യൂ 2. ഇനി ഇതിൽ നിന്ന് x1ന്റെ വാല്യൂ കിട്ടണം. x1ന്റെ വാല്യൂ ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ എന്താ? x1 - x2 + x3 = 0. x1ന്റെ വാല്യൂ അറിയില്ല, x2ന്റെ വാല്യൂ 4, x3യുടെ വാല്യൂ 2. അപ്പൊ എന്ത് കിട്ടും? x1 - 2 = 0. -4 + 2 എന്ന് പറഞ്ഞാൽ -2 ആണ്. അപ്പൊ x1 - 2 = 0. therefore x1 = -2 നെ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്ന +2. അപ്പൊ x1ന്റെ വാല്യൂ 2, x2ന്റെ വാല്യൂ 4, x3യുടെ വാല്യൂ 2 കിട്ടുമല്ലോ. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ എന്ത് കിട്ടും? 0 എന്ന് റൈറ്റ് സൈഡിലുള്ള 0 എന്ന് കിട്ടും. x1 എത്ര? 2, x2 എത്ര? 4, x3 എത്ര? 2 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷനെ സോൾവ് ചെയ്യുന്നത്. ചെയ്തത് മനസ്സിലായോ? ഇക്വേഷനോട് ഇട്ടിട്ട് ചെയ്ത് കാണിക്കാം. കിട്ടിയ ആൻസർ ഇങ്ങനെ എടുത്ത് എഴുതിയിരിക്കുകയാണ്. x2ന്റെ വാല്യൂ 2, x2ന്റെ വാല്യൂ 4, x3യുടെ വാല്യൂ 2 എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കണേ. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് സോൾവ് ബൈ ഗോസ് എലിമിനേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ. ഇപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെ വേണേലും വരാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ കൊണ്ട് 3 ഇക്വേഷൻസ് ഏതാ? x പ്ലസ് y plus z = 6, x plus 2y minus 3z = -4, -x minus 4y plus 9 = 80. അപ്പൊ ഇവിടെ എത്ര അൺനോൺസ് ഉണ്ട്? എത്ര വേരിയബിൾസ്? ഇവിടെ x1 x2 x3 അല്ല, എക്സും y z ആണ് തന്നിരിക്കുന്നത്. അതെന്താ തന്നോട്ടെ? എയും ബിയും സിയും തരാം. അങ്ങനെ ഏത് വേരിയബിൾ വേണേലും തരാം. അതിനകത്ത് ഏത് തന്നാലും ഇത് തന്നെയാണ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റിൽ എന്ത് ചെയ്യുക? ഇതിനകത്ത് നിന്ന് കോഎഫിഷ്യന്റ് ചേർത്തിട്ട് കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതുക. ഫസ്റ്റ് ഇക്വേഷൻ കൺസിഡർ ചെയ്ത് എന്താ? x plus y plus z = 6. അവിടെ x-ന്റെ കോഎഫിഷ്യന്റ് 1, y-യുടെ കോഎഫിഷ്യന്റ് 1, z-ന്റെ കോഎഫിഷ്യന്റ് 1, റൈറ്റ് സൈഡിലുള്ള നമ്പർ 6. അങ്ങനെ നേരത്തെ അങ്ങ് എഴുതിയത് കേട്ടോ. രണ്ടാമത്തെ ഇക്വേഷൻ കൺസിഡർ ചെയ്തേ. x plus 2y minus 3z = -4. അവിടെ x-ന്റെ കോഎഫിഷ്യന്റ് 1, y-യുടെ സ്ഥാനത്ത് 2, y-യുടെ കോഎഫിഷ്യന്റ് 2, z-ന്റെ കോഎഫിഷ്യന്റ് -3. സൈൻ ഉൾപ്പെടെ വേണേ എടുക്കാം. -3z എന്നാണ്. അപ്പൊ -3, റൈറ്റ് സൈഡിലുള്ള കോൺസ്റ്റന്റ് -4. അടുത്ത മൂന്നാമത്തെ ഇക്വേഷൻ -x. അപ്പൊ -1 -4y. അപ്പൊ -4 ആ y കളഞ്ഞാൽ മതി. +9z. അപ്പൊ 9
റൈറ്റ് സൈഡിലുള്ള നമ്പർ 18. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് എന്ത് വരും കണ്ടോ, ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടും. ഇത്രയാണ് നമ്മുടെ കോഎഫിഷ്യന്റ് മെട്രിക്സ്. റൈറ്റ് സൈഡിലുള്ള നമ്പർ ചേർത്തിട്ടാണ് ഈ ലാസ്റ്റ് കോളം എഴുതിയിരിക്കുന്നത്. ഇതിനെ എന്ത് ചെയ്യുക, എക്കലൻ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യാം. എക്കലൻ ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് റോ എടുത്തു. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1, ആ 1ന് താഴെയുള്ള ഈ 1ഉം ഈ -1ഉം 0 ആക്കണം. ആ 1 0 ആക്കണമെങ്കിൽ 1 - 1 ചെയ്താൽ മതി. ഇപ്പൊ 1 - 1 നേരെ മേളിൽ കിടപ്പുണ്ടല്ലോ. അപ്പൊ R2 - R1, അതായത് 1നെ 1ൽ നിന്ന് കുറയ്ക്കുക. അപ്പൊ നേരെ മോൾ 1 ഉണ്ടായതുകൊണ്ട് R2 1 ആണ്, R1 1 ആണ്. അപ്പൊ 1 - 1 എന്ത് കിട്ടും, 0 എന്ന് കിട്ടും. അതിനനുസരിച്ച് R2 - R1 അടുത്തത് മാറുമല്ലോ. ഇവിടെ R2 1 ആണ്, 2 ആണ്. ഇവിടുത്തെ R1 1 ആണ്. 2 - 1 എന്ത് വരും, 1 എന്ന് വരും. അത് അടുത്ത മെട്രിക്സ് ആയിട്ട് വേണം എഴുതാൻ. അടുത്ത R2 ഏതാണ്, ഇവിടെ -3 ആണ്. R1 ഏതാണ്, 1 ആണ്. -3 സൈനിൽ ശ്രദ്ധിച്ചോണേ. -3 - 1 -3 - 1 എന്താണ്, രണ്ടും മൈനസ് ആണ്. സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് മൈനസ് ചിഹ്നം കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും, -4 എന്ന് കിട്ടും. -3 - 1 -4. അടുത്ത -4 - 6 എന്ത് കിട്ടും, -4 - 6 -10 എന്ന് കിട്ടും. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്തത് -1നെയാണ് 0 ആക്കണ്ടേ. -1നെ 0 ആക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ -1നോട് എന്ത് ആഡ് ചെയ്താൽ മതി, +1 ആഡ് ചെയ്താൽ മതി. അപ്പൊ R3 ആണല്ലോ -1, തേർഡ് റോയിലല്ലേ -1 കിടക്കണേ. അപ്പൊ R3യുടെ കൂടെ, R3 എന്ന് പറഞ്ഞാൽ -1, അത് എപ്പോഴും മനസ്സിൽ വേണം. R3 എന്ന് പറഞ്ഞാൽ -1, -1ന്റെ കൂടെ +1 ആഡ് ചെയ്യണം. ആ 1 ഇവിടെ ഉണ്ട്, R1 ആയിട്ടുണ്ട്. അപ്പൊ R3 + R1 ചെയ്യുമ്പോൾ നമുക്കവിടെ എന്ത് കിട്ടും, R3 + R1 ചെയ്യുമ്പോൾ നമുക്കിവിടെ 0 എന്ന് കിട്ടും. അപ്പൊ അടുത്ത R3 ഏതാ, -4 + 1 എന്താ, -3. അടുത്ത R3 ഏതാ, 9 + 1 എന്താ, 10. അടുത്ത R3 ഏതാ, 18. ഇതെല്ലാം R3 ആണ്. തേർഡ് റോയിൽ കിടക്കുന്ന നമ്പറാണ്. 18 + 6 എത്ര വരും, 18 + 6 24 എന്ന് വരും. അപ്പൊ ഇത് എക്കലൻ ഫോം ആയോ, ഇല്ല. കാരണം എന്താ, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് താഴെയുള്ള എല്ലാം 0. ഇനി സെക്കൻഡ് റോ കൺസിഡർ ചെയ്യുക. ഇതാണല്ലോ സെക്കൻഡ് റോ. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് 1 ആണ്. 1ന് താഴെ എന്ത് കിടപ്പുണ്ട്, -3 കിടപ്പുണ്ട്. ആ -3 എന്ത് വരണം, 0 വരണം. -3 0 വരണമെങ്കിൽ -3യോട് ഒരു +3 ആഡ് ചെയ്താൽ പോരെ. അപ്പൊ ഈ +3 നേരെ മുകളിലോട്ട് നോക്കി എവിടെയെങ്കിലും +3 ഉണ്ടോ, ഇല്ല. R1 നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. R1 ഫസ്റ്റ് സ്റ്റെപ്പിൽ മാത്രമേ R1 ആയിട്ട് ചെയ്യുള്ളൂ. പിന്നെ വരുന്നതെല്ലാം R2 ആയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ നേരെ മുകളിലുള്ളത് എന്താണ്, 1 ആണ്. ആ 1ന്റെ സ്ഥാനത്ത് 3 വരണം. 3 വന്നാലല്ലേ ഈ -3 ഇവിടെ കിടക്കുന്ന +3 കൂടെ ആഡ് ചെയ്താൽ 0 വരും. 3 വരണമെങ്കിൽ ആ 1ന്റെ കൂടെ 3 ആഡ് ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ -3 ഉണ്ടോ, R3 + 3 R2 ചെയ്യുക. R3 എന്ന് പറഞ്ഞാൽ -3 ആണ്. -3 + 3 × R2 എന്താണ്, അവിടെ 1 ആണ്. അപ്പൊ -3 + 3 എന്ത് വരും, 0 എന്ന് വരും. -3 + 3 എന്താണ്, 0 ആണ്. അടുത്ത R3 എന്താണ്, 10 ആണ്. അപ്പൊ 10 + 3 × അവിടുത്തെ R2 ഏതാണ്, -4 ആണ്. അപ്പൊ 10 - 12 വന്ന് കിട്ടും. 10 - 12 എന്താ, 12ൽ നിന്നും 10 കുറച്ച് വലുതിന്റെ ചിഹ്നം -2. അടുത്ത R3 ഏതാണ്, 24 ആണ്. അപ്പൊ 24 + 3 × R2 ഏതാണ്, അവിടുത്തെ R2 -10. അപ്പൊ എന്ത് കിട്ടും, 24 - 30 എത്ര കിട്ടും, 24 - 30 -6 കേട്ടോ. അപ്പൊ നമ്മുടെ എക്കലൻ ഫോം ആയല്ലോ. ഇതിന് താഴെയുള്ള എലമെന്റ് ആയ -3 0. ഇനി തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് -2 ആണ്. അതിന് താഴെ എലമെന്റ് ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, 0 ആക്കണ്ട. ഇതാണ് എക്കലൻ ഫോം. ഇതിൽ നിന്ന് ഇക്വേഷൻ എഴുതിക്കുക. ഈ ഫസ്റ്റ് റോയിൽ നിന്ന് ഇക്വേഷൻ എന്ത് വരും, x1. രണ്ടാമത് എടുക്കുന്നത് പ്ലസ് ആണ്, അപ്പൊ +x2. മൂന്നാമത് എടുക്കുന്നത് x3. നമ്മുടെ x ഉം y ഇടും അല്ലേ, x1 x2 x3 അല്ല, x ഉം y ഇടുക. അപ്പൊ x + y + z = 6. റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന നമ്പർ എപ്പോഴും = കഴിഞ്ഞിട്ട് വേണം എഴുതാനായിട്ട്. ലാസ്റ്റ് നമ്പർ കേട്ടോ, = 6. രണ്ടാമത്തെ റോയിൽ നിന്ന് എന്ത് കിട്ടും ഇക്വേഷൻ, ഇവിടെ ഫസ്റ്റ് x ഇല്ല, x 0 × x അതങ്ങ് പോയി. പിന്നെ ഉള്ളത് ഏതാണ്, ഇവിടെ ഇതാണ് 1 ആണ്. അപ്പൊ y ആണല്ലോ അവിടെ തുടങ്ങുന്നത്. y -4 z എന്താണ്, -10. ഇനി തേർഡ് റോയിൽ എന്താ കിട്ടുന്നേ, തേർഡ് റോ എന്താണ്, -2 -6. അപ്പൊ -2 അവിടെ കിടക്കുന്നത്, ഇവിടെ x ഇല്ല y ഇല്ല. അത് x ഉം y ഉം 0 ആണ്. x ഉം y ഉം 0 അല്ല, x-ന്റെ കോഎഫിഷ്യന്റും y-യുടെ കോഎഫിഷ്യന്റും 0 ആണ്. ഇവിടെ ഉള്ളത് -2 z-ന്റെ കോഎഫിഷ്യന്റ്. അപ്പൊ -2z = എന്താണ്, -6. അപ്പൊ z = എന്താണ്, -6 / -2. 2 × 3 ആണ് 6. അപ്പൊ എന്നിട്ട് -ഇവിടെ ക്യാൻസൽ ആവും. 6/2 എന്ത് കിട്ടും,
3. അപ്പൊ ഇസഡിന്റെ വാല്യൂ കിട്ടും എന്താ 3 എന്ന് കിട്ടി. ആ ഇസഡിന്റെ വാല്യൂ സെക്കൻഡ് ഇക്വേഷൻ എന്തായിരുന്നു? y മൈനസ് 4z is equal to -10 ആണ്. അതിനകത്ത് ഇസഡിന്റെ വാല്യൂ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പൊ എന്ത് കിട്ടും? y മൈനസ് 4 into 3 is equal to -10 ആണ്. അപ്പൊ കിട്ടും y മൈനസ് 12 is equal to -10. y is equal to -10 plus 12 എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. അപ്പൊ വൈയുടെ വാല്യൂ എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. ആ വൈയുടെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷൻ ആയ ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വൈയുടെ ഇസഡിന്റെ വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്തത് കാണിക്കാം. ഇസഡിന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? ഇസഡിന്റെ വാല്യൂ 3, വൈയുടെ വാല്യൂ 2. അതെല്ലാം കൂടെ ഈ ഒരു ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ എന്ത് കിട്ടും? എക്സിന്റെ വാല്യൂ 1 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ 1. അപ്പൊ എക്സ് 1, വൈ 2, ഇസഡ് 3. 1, 2, 3. എക്സ് is equal to 1, y is equal to 2 and z is equal to 3 എന്ന് കിട്ടും. പിന്നെ ഗോസ് എലിമിനേഷൻ മെത്തേഡ് ചെയ്യുന്നത്. ചെയ്തത് മനസ്സിലായല്ലോ? ഇനി നമുക്ക് വേറെ വരുന്ന ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻസ് എല്ലാത്തിനകത്ത് എന്താണ്, ഈ റൈറ്റ് സൈഡ് ഫുൾ ഒരു കോൺസ്റ്റന്റ് അല്ലേ? അതായത് ഏത് കോൺസ്റ്റന്റാ? 3, 2, 1, 4 ആ രീതിയിലല്ലേ? ഇനി ഇത് ഫുള്ള് 0 ആവും. സീക്വൽ ടു 0, സീക്വൽ ടു 0, സീക്വൽ ടു 0, ഫുള്ള് 0 ആണ്. ഏതെങ്കിലും 2, 3 നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റിനകത്ത് ആദ്യത്തെ 2 0യും പിന്നെ 80യും പിന്നെ 90യും ആയിരുന്നു. സീക്വൽ ടു കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ അല്ലേ ഇത് പ്രശ്നമില്ല. ഫുള്ള് 0 വരുന്ന കേസ് വരും. റൈറ്റ് സൈഡ് ഫുള്ള് 0 വരുന്ന കേസ്, അതിനെ നമ്മൾ ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറയും. ഹോമോ എല്ലാം ഒരുപോലെ, ഏതാ 0 ആണ്. ഫുള്ള് റൈറ്റ് സൈഡിലുള്ള കോൺസ്റ്റന്റ് ഫുള്ള് 0 ആണ്. അതാണ് ഹോമോജീനിയസ് ലീനിയർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്തത് നോൺ ഹോമോജീനിയസ് ആണ്. കാരണം റൈറ്റ് സൈഡ് ഫുള്ള് 0 അല്ല. 0 അല്ലാത്ത കേസ് നോൺ ഹോമോജീനിയസ് ആണ്. ഇത് ഫുള്ള് 0 വരുന്നത് ഹോമോജീനിയസ് ആണ്. അപ്പൊ ഈ ഹോമോജീനിയസ് കേസിൽ നമ്മൾ ഈ പറയുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏത് കേസിലും എല്ലാം ഒരുപോലെ തന്നെയാ. ഒരു വ്യത്യാസമേ ഉള്ളൂ. റൈറ്റ് സൈഡ് ഫുള്ള് 0 വരുവാണെങ്കിൽ അത് ഹോമോജീനിയസ് സിസ്റ്റവും, റൈറ്റ് സൈഡ് ഫുള്ള് 0 അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ ആണെങ്കിലും നോൺ 0 ആയിട്ട് വന്നാൽ മതി, അത് നോൺ ഹോമോജീനിയസ് സിസ്റ്റം ആണ്. അപ്പൊ ഈ ഹോമോജീനിയസ് സിസ്റ്റത്തിനകത്ത് സൊല്യൂഷന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ട്രിവിയൽ ആൻഡ് നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ട്രിവിയൽ ആൻഡ് നോൺ ട്രിവിയൽ. ട്രിവിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന എക്സ് വൈ സെഡിന് ഇപ്പൊ 1, 2, 3 കിട്ടിയില്ല. എക്സിന് 1, വൈക്ക് 2, സെഡിന് 3 കിട്ടി. പക്ഷെ അവിടെ ട്രിവിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ് 0, വൈ 0, സെഡ് 0, എല്ലാ സൊല്യൂഷനും എല്ലാ വാല്യൂ എന്തുമായിരിക്കും 0. എല്ലാ വേരിയബിളിന്റെയും വാല്യൂസ് 0 ആയിരിക്കും. അതാണ് ട്രിവിയൽ എന്ന് പറയും കേട്ടോ. ട്രിവിയൽ. ക്വസ്റ്റിനകത്ത് ട്രിവിയൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടുത്തെ അൺനോൺസിന്റെ വാല്യൂസ് എല്ലാം 0 ആണ്. എക്സും 0, വൈയും 0, ഇസഡ് 0, അല്ല x1 0, x2 0, x3 0, ഏത് അൺനോൺ A0, B0, C0 ഏത് അൺനോൺ തന്നോട്ടെ അതിനകത്ത് അതെല്ലാം എന്തായിരിക്കും 0. അങ്ങനെയാണ് ട്രിവിയൽ. 0 അല്ലാതെ വരുന്ന കേസ്, ഇപ്പൊ നമ്മുടെ 0 അല്ലാത്തതല്ലേ, എക്സിന് കാര്യം 1, വൈക്ക് 2, ഇസഡിന് 3, അതെല്ലാം 0 അല്ലാത്ത കേസല്ലേ, അതിനെ നമ്മൾ എന്ത് പറയും? നോൺ ട്രിവിയൽ എന്ന് പറയും. ട്രിവിയൽ 0 അല്ല, അതാണ് നോൺ ട്രിവിയൽ. ആ ഒരു 2 വാക്ക് ഓർത്തിരിക്കുക, ട്രിവിയലും നോൺ ട്രിവിയലും. ട്രിവിയൽ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ വാല്യൂസും അൺനോൺസിന്റെ എല്ലാ വാല്യൂസും 0 ആണ്. നോൺ ട്രിവിയൽ എന്താ? എല്ലാ വാല്യൂസും 0 അല്ല. ചിലത് 1, 2 ചിലപ്പോൾ 0 വരാം, പക്ഷെ എല്ലാ വാല്യൂസും എന്തല്ല 0 അല്ല. അങ്ങനെയാണ് നോൺ ട്രിവിയൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസമേ ഹോമോജീനിയസും നോൺ ഹോമോജീനിയസും തമ്മിലുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. എങ്ങനെയാ? കോഎഫിഷ്യന്റ് മെട്രിക്സ് ഫോം ചെയ്യുക, എന്നിട്ട് റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന, അപ്പൊ മറ്റേ ഇത് നോൺ ഹോമോജീനിയസ്. കാരണം എന്താ? 3, 1, 2, -1 എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്നത് കോൺസ്റ്റന്റ്, നോൺ 0 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ ഹോമോജീനിയസ് എഴുതുന്ന കേസിൽ ഇവിടെ എല്ലാം എന്താണ് വരുന്നത്? 0 ആണ് വരുന്നത്. കോഎഫിഷ്യന്റ് മെട്രിക്സ് ഇത് ഇത്രയും കോഎഫിഷ്യന്റ് മെട്രിക്സ്, കോഎഫിഷ്യന്റ് എല്ലാം കൂടെ ചേർത്ത് എഴുതുന്ന മെട്രിക്സ് റൈറ്റ് സൈഡ് ഫുൾ എന്താവും? 0 ആകും. വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഇതുപോലെ തന്നെ എക്കലൻ ഫോം ആക്കുക. എക്കലൻ ഫോം ആക്കിയിട്ട് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുന്ന വഴിക്ക് എക്സ് വൈ ഇസഡിന്റെ വാല്യൂ ഒക്കെ ചിലപ്പോൾ 0 വരാം, 0 അല്ലാതെയും വരാം. അപ്പൊ ട്രിവിയൽ അല്ലെങ്കിൽ നോൺ ട്രിവിയൽ വരും. ഈ ഒരു കേസിൽ നോൺ ഹോമോജീനിയസ് ചെയ്യുന്ന ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ എല്ലാ വാല്യൂസും 0 കിട്ടില്ല. 1, 2 ഒക്കെ കിട്ടും, പക്ഷെ എല്ലാ വാല്യൂസും കൂടെ 0 വരത്തില്ല. പക്ഷെ ഹോമോജീനിയസ് ചെയ്യുന്ന കേസിൽ ചിലപ്പോൾ എല്ലാ വാല്യൂസും എന്ത് വരും? 0 വരും. ഇത്രയും
മനസ്സിലായോ? ഗോസ് എലിമിനേഷൻ മെത്തേഡ്, അതായത് സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് ചെയ്യുന്നതാണ്. ഹോമോജീനിയസിന്റെ ക്വസ്റ്റ്യൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ക്വസ്റ്റ്യൻസിന് PDF ഷെയർ ചെയ്യാം, അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കിയാൽ മതിയേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നമുക്കിനി അടുത്ത ടോപ്പിക് എടുക്കാം. ഇതിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിക്കാം. നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇപ്പം. ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടേഴ്സ് അത് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഏത് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഐഗൻ വെക്ടേഴ്സിന്റെ ആവശ്യം വരുന്നില്ല, എനിക്ക് ഐഗൻ വാല്യൂസ് മതിയാന്ന് കേട്ടോ. ഐഗൻ വാല്യൂസ് എന്താന്ന് പറയാം. ഷോ ദാറ്റ് ദ മെട്രിക്സ് ഈസ് സിമെട്രിക്, ഫൈൻഡ് ഇറ്റ്സ് സ്പെക്ട്രം. സ്പെക്ട്രം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ഐഗൻ വാല്യൂസിന്റെ സെറ്റിനെയാണ്. എന്താണ് ഐഗൻ വാല്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാല് എളുപ്പമാണ് ചെയ്യാൻ. നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് ഇത് എന്താണ്? 1 2 2 -2 ഇതാണല്ലോ തന്നിരിക്കുന്ന മെട്രിക്സ്. ഇതിന്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാല് എന്ത് ചെയ്യണമെന്നറിയോ? ഫസ്റ്റ് ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയും. ഓർത്തിരുന്നോളെ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു 2x2 മെട്രിക്സ് അല്ലേ? 2 റോയും 2 കോളം ആണ് ഉള്ളത്. അപ്പൊ ഇതൊരു 2x2 മെട്രിക്സ്. 2x2 മെട്രിക്സിന് ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതണം? ലാംഡ സ്ക്വയർ. ലാംഡ എന്നോ നിങ്ങൾക്ക് എന്ത് നൊട്ടേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. സാധാരണ നമ്മൾ ലാംഡയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ലാംഡ സ്ക്വയർ കൊടുക്കാൻ കാരണം എന്താ? 2x2 മെട്രിക്സ് ആയതുകൊണ്ടാണ്. ഇനി 3x3 മെട്രിക്സ് തരുന്നെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ലാംഡ ക്യൂബ് എന്ന് കൊടുക്കും. ഓർത്തിരുന്നോടെ, ഫസ്റ്റ് 2x2 മെട്രിക്സ് ആണെങ്കിൽ ആദ്യമേ ഏതൊരു ക്വസ്റ്റ്യനോ വന്നോട്ടെ ഫസ്റ്റിൽ എന്ത് എടുക്കുക? ലാംഡ സ്ക്വയർ കൊടുക്കുക കേട്ടോ. ലാംഡ സ്ക്വയർ മൈനസ്, അതല്ലാതെ കുറെ ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ ഈക്വൽ ടു 0 എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് എപ്പോഴും പ്രോബ്ലം എന്താണ് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് മെത്തേഡുകളാണ് വേണ്ടുന്നത്. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് നമുക്ക് എന്താണ് കുറെ സ്റ്റെപ്പ് എഴുതി ആൻസർ കണ്ടുപിടിക്കാൻ, സ്റ്റെപ്പിനൊന്നും മാർക്ക് ഇല്ലല്ലോ. അപ്പൊ സ്റ്റെപ്പ് എഴുതി മാർക്ക് കണ്ടുപിടിക്കാൻ നല്ലത് ഇതുപോലുള്ള പെട്ടെന്ന് ഷോർട്ട് കട്ട് ആയിട്ടുള്ള രീതിയിൽ പറയുവാണ്. അല്ലാതെ ഇന്ന് പിന്നിൽ കുറെ തിയറി ഉണ്ട്, നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. എന്താണ് ഇവിടെ 2x2 മെട്രിക്സ് ആണ്. 2x2 മെട്രിക്സ് ആയതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ലാംഡ സ്ക്വയർ എന്ന് കൊടുത്തു. മൈനസ് ഇടുക. ആദ്യം പ്ലസ് ആണല്ലോ, ഇവിടെ ഒന്നും തന്നിട്ട് നമുക്കവിടെ പ്ലസ് ഉണ്ടല്ലോ. അപ്പം ആദ്യം പ്ലസ് ആണ്. രണ്ടാമത് എന്ത് കൊടുക്കുക? മൈനസ് ഇടുക. 2x2 മെട്രിക്സ് ആയതുകൊണ്ട് ലാംഡ സ്ക്വയർ എന്ന് എഴുതി മൈനസ് ഇട്ടു. അതിനുശേഷം S1 ലാംഡ. S1 എന്താണെന്ന് പറയാം. S1 ലാംഡ. അപ്പൊ ആദ്യം ലാംഡ സ്ക്വയർ അല്ലേ? അപ്പൊ ലാംഡ സ്ക്വയറിന് കഴിഞ്ഞാൽ പിന്നെ പുറമെ വരുന്ന ലാംഡ റേസ് ടു 1 ആയിരിക്കത്തില്ലേ? 2 നിന്നുള്ള പവർ 1 കുറയുമ്പോൾ ലാംഡ റേസ് ടു 1 ആയിരിക്കും. അടുത്ത പ്ലസ് ഇടുക. ഇവിടെ പ്ലസ് ആണ്, അടുത്ത് മൈനസ്, അടുത്ത് മൈനസ് ആയി, അടുത്തത് എന്താണ്? പ്ലസ് ആയി. അപ്പം ലാംഡ സ്ക്വയർ മൈനസ് S1 ലാംഡ. ഇനി എന്താണ്? ലാംഡ റേസ് ടു 0. ലാംഡ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ആ ലാംഡ എങ്ങ് പോയി. S2 പ്ലസ് S2 = 0. ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓർത്തിരുന്നോണേ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ക്യാരക്ടറിസ്റ്റിക് ഉണ്ടോ? ക്യാരക്ടറിസ്റ്റിക്. ഇതിനകത്ത് കുറെ സ്റ്റെപ്പ് എഴുതിയാണല്ലാതാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ ആൻസറിലേക്ക് എത്താം. എങ്ങനെയാണ്? 2x2 മെട്രിക്സ് ആണെങ്കിൽ ആദ്യം എന്ത് എഴുതുക? ലാംഡ സ്ക്വയർ എന്ന് എഴുതുക. മൈനസ് ഇടുക. S1 എന്താണെന്ന് പറയാം. S1 എഴുതിട്ട് ലാംഡ സ്ക്വയർ എഴുതിയല്ലോ. ഇനി നമുക്ക് ലാംഡ റേസ് ടു 1 ആണ് വേണ്ടത്, അതായത് ലാംഡയാണ് വേണ്ടത്. പ്ലസ് ഇടുക. S2 = എന്ത് കൊടുക്കുക? 0 എന്ന് കൊടുക്കുക. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞത്. ഇനി S1 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മം. ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ ഡയഗണല്. ഇവിടെ ഡയഗണൽ ഏതൊക്കെയാണ്? 1 ഉണ്ട്. അടുത്ത ഡയഗണൽ ഏതാണ്? ഡയഗണലായിട്ട് വരിക അല്ലേ? അതിന്റെ
ചെരിഞ്ഞിങ്ങനെ വരുന്നതാണ് ഡയഗണൽ ഉദ്ദേശിക്കുന്നത്. ഇത് 1, ഇതൊരു ഡയഗണൽ എലമെന്റാ. അടുത്തത് -2, അത് രണ്ടിന്റെയും കൂടെ സം എടുക്കുക. അപ്പൊ 1 + -2 എന്താ? 1 + -2 എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം, 2ൽ നിന്ന് 1 കുറച്ച് ഒന്നിന്റെ, രണ്ടിന്റെ ചിഹ്നം ഏതാണ്? മൈനസ് ആണ്. അപ്പൊ -1 അല്ലെ? 1 - 2 എന്താണ്? -1 ആണ്. അപ്പൊ അതിന്റെ സമ്മ എന്താണോ അതാണ് നമ്മുടെ S1. ഇനി S2 എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ. S2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, S1 പോളിക്കും. അപ്പൊ എന്താണ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാ? ക്രോസ് ആയിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെയാ? 1 × -2 - 2 × 2 അതല്ലേ ക്രോസ് മൾട്ടിപ്ലൈ. എങ്ങനെയാ? 1 × -2 മൈനസ് ഇട്ടിട്ട് വേണം അടുത്ത നമ്പർ എടുക്കാൻ. 2 × തിരിച്ച് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 2 × 2. ഇതെങ്ങനെയാണല്ലോ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 1 × -2 -2 -2 × 2 4. അപ്പൊ -2 - 4 എത്ര വരും? -6. അപ്പൊ അതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്താണ്? -6. അതാണ് നമ്മുടെ S2. അപ്പൊ നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനകത്ത് കൊടുത്തേ 2/2 മെട്രിക്സ് ആയതുകൊണ്ട് λ² മൈനസ് S1 എന്താണ്? ഈ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മ. ഡയഗണൽ എലമെന്റ്സ് മാത്രമേ എടുക്കുള്ളൂ, തിരിച്ചിങ്ങോട്ടൊന്നും എടുക്കത്തില്ല. ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മ 1 - 2 -1 S2 S1ന്റെ വാല്യൂ കിട്ടി. കഴിഞ്ഞിട്ട് എന്താണ്? ലാംഡ. അടുത്ത പ്ലസ് ഇട്ടു. S2 എന്താ നമുക്ക് കിട്ടിയേ? -6 അല്ലെ? ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് -6 ആണ് കിട്ടിയത്. 2 × 2 പറയുന്നത് ഡയഗണൽ അല്ലേ? 2 × 2 ഡയഗണൽ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നതല്ലേ, അത് നമ്മൾ എടുക്കത്തില്ല. ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഡയഗണൽ മാത്രമേ എടുക്കുള്ളൂ. ഡയഗണൽ ആണത്. പക്ഷെ നമുക്ക് ഇവിടെ ഡയഗണൽ എലമെന്റ്സ് അല്ല, ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള താഴോട്ടുള്ളത് എടുക്കുള്ളൂ കേട്ടോ. അപ്പൊ -6 = എന്ത് കിട്ടും? ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പൊ എങ്ങനെയാ വരുന്നത്? λ². ഈ മൈനസ് കൂടെ എന്താവും? പ്ലസ് ആവും. പ്ലസ് ലാംഡ പ്ലസ് മൈനസ് കൂടി പ്ലസ് മൈനസ് കൂടെ എന്താവും? മൈനസ് ആവും. -6 = 0. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ 10ാം ക്ലാസ്സിലൊക്കെ. എന്താ? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ -b ± √b² - 4ac / 2a പഠിച്ചിട്ടുണ്ടല്ലോ. ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? ഇവിടെ നമ്മുടെ ലാംഡയുടെ വാല്യൂസ് ആണ്. ആ വാല്യൂസിനെയാണ് നമ്മൾ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോം ചെയ്യാൻ. അതറിയാമെങ്കിലല്ലേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് അറിയണം. ഇതൊരു 2/2 മെട്രിക്സിന്റെ കേസിലാണ് പറഞ്ഞത്. ഇനി 3/3 മെട്രിക്സ് വരും. അപ്പം എക്സ്ട്രാ ഒരു ടേം കൂടെ വരും എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഐഗൺ വാല്യൂസ് എന്താണെന്നൊരു ജനറൽ ഐഡിയ കിട്ടിയോ? ഒരു തന്നിരിക്കുന്ന ഒരു മെട്രിക്സിൽ നിന്ന് നമ്മൾ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോം ചെയ്യും. ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലാംഡയാണ് സാധാരണ നമ്മൾ ഐഗൺ വാല്യൂസിന് ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സിമ്പൽ. അപ്പൊ ലാംഡയുടെ വാല്യൂസ് ഇപ്പൊ 2/2 മെട്രിക്സ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് ലാംഡയ്ക്ക് 2 വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. 3/3 മെട്രിക്സ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ ലാംഡയ്ക്ക് 3 വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. ആ ലാംഡയുടെ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. ആ ഐഗൺ വാല്യൂസിന്റെ സെറ്റിനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സ്പെക്ട്രം. ആ സെറ്റ് ആയിട്ട് കാണുന്നുണ്ട്, ഇതുപോലെ സെറ്റ് ആയിട്ട് എടുത്തങ്ങ് എഴുതുക. ഇവിടെ കിട്ടിയ ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ 2 - 3 ആണ്. ലാംഡയുടെ വാല്യൂ 2 - 3 ആണ്. ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിന് സെറ്റ് ആയിട്ട് എഴുതിയാണ് സ്പെക്ട്രം. ഇത്രയേ ഉള്ളൂ ഐഗൺ വാല്യൂസ്. അപ്പൊ അതിന് വരെ ഇവിടെ കുറെ സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിറ്റർമിനന്റ് a - λ = 0 ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. എന്നിട്ട് ഈ ആ മെട്രിക്സിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഇതൊക്കെ എഴുതുമ്പോൾ കിട്ടുന്നതും നമുക്ക് ഇപ്പൊ കിട്ടിയത് ഇത് തന്നെയാണ്. λ² - λ - 6 = 0. ഇത്രയും സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫസ്റ്റ് 2/2 മെട്രിക്സ് ആണെങ്കിൽ λ² അങ്ങ് എഴുതുക, മൈനസ് ഇടുക. ഏത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ രണ്ടാമത് മൈനസ് അങ്ങ് ഇടുക. ഇട്ടിട്ട് എന്ത് എഴുതുക? അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഡയഗണൽ എലമെന്റ് ആഡ് ചെയ്യുക. 1ഉം -2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ -1 എന്നാണ് കിട്ടുന്നത്. എന്നിട്ട് λ² അല്ലേ ആദ്യം എഴുതിയത്, പിന്നെ എഴുതേണ്ടത് ലാംഡയാണ്. എന്നിട്ട് പ്ലസ് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിന്റെ ഡിറ്റർമിനന്റ് കാണുമ്പോൾ ഇതേ ഇൻറ്റു ഇത് മൈനസ് ഇതേ ഇൻറ്റു ഇത്. നമുക്ക് കിട്ടിയ ആൻസർ എത്രയായിരുന്നു? -6 = ലാംഡ ഇനി ഇല്ല = 0. ഇപ്പൊ എന്ത് കിട്ടും? ഈ മൈനസ് കൂടെ പ്ലസ് ആവും. λ² + λ -6 = 0. ഇനി അത് സോൾവ് ചെയ്യുക. എങ്ങനെയാ സോൾവ് ചെയ്യുന്നത്? -b ± √b² കാൽക്കുലേറ്റർ ഡയറക്റ്റ് ഈ
ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ ലാംഡയുടെ വാല്യൂ കിട്ടും. അതല്ല ഈ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്താലും കിട്ടും. ഇല്ലാതെ ഒരു മെത്തേഡ് കൂടെ ഉണ്ടല്ലോ. എങ്ങനെയാ സോൾവ് ചെയ്യുന്നത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ലാംഡ സ്ക്വയർ മൈനസ് ഒരു സെക്കൻഡ് കിട്ടിയ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഏതായിരുന്നു? ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ മൈനസ് 6 = 0 എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആയിരുന്നു. അപ്പൊ ഇത് സോൾവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? ഇവിടെ തന്നിരിക്കുന്ന കോൺസ്റ്റന്റ്, നമുക്ക് ഇവിടെ കിട്ടിയ കോൺസ്റ്റന്റ് ഏതാണോ അത് കൺസിഡർ ചെയ്ത സൈൻ വേണ്ട, നമുക്ക് കോൺസ്റ്റന്റ് മാത്രം നമ്പർ മാത്രം എടുത്തത്. ഇപ്പൊ നമ്പർ 6 ആണല്ലോ, ആ 6നെ ഫാക്ടറൈസ് ചെയ്യുക. എങ്ങനെയൊക്കെ എഴുതാം? 1 × 6 എന്ന് എഴുതിയാൽ 6 എന്ന് കിട്ടും. അടുത്തത് 2 വെച്ച് എങ്ങനെ എഴുതിയ 6നെ 2 × 3 എന്ന് എഴുതിയാലും 6 എന്ന് കിട്ടും. ഈ രണ്ട് രീതിയിലല്ലേ നമുക്ക് 6നെ എഴുതാൻ പറ്റൂ. ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 1 × 6 2 × 3. എന്നിട്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന ലാംഡയുടെ കോഎഫിഷ്യന്റ് ഇവിടെ എത്രയാണ്? 1 ആണ് അല്ലേ? പ്ലസ് ലാംഡ എന്നല്ലേ ഉള്ളൂ. അപ്പൊ അവിടെ നമ്പർ ഒന്നും ഇല്ലെങ്കിൽ അവിടെ 1 ആണല്ലോ. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ആ ലാംഡയുടെ കോഎഫിഷ്യന്റ് ഏതാണോ അത് കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ കോൺസ്റ്റന്റ് സൈൻ ഉൾപ്പെടെ ഏതാണോ അത് കിട്ടണം. അവിടെ കോൺസ്റ്റന്റ് ഏതാ? -6 ആണ്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6ഉം ആഡ് ചെയ്യുമ്പോൾ +1 കിട്ടത്തക്ക രീതിയിലുള്ള രണ്ട് നമ്പർ എടുക്കണം. ഇതിൽ നിന്ന് ഏതാ? ഇത് ഈ ഫസ്റ്റ് നമ്പർ എടുത്തേ 1 ഉം 6 ഉം. ചെയ്യാൻ അറിയാവുന്നവർക്ക് അറിയാം, അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. 1 ഉം 6 ഉം എടുത്തു. 1 ഉം 6ൽ നിന്നും നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്താ വരണ്ടേ? 1 ആണ് വരണ്ടേ. ഇപ്പൊ 1 ഉം 6 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഒരിക്കലും 1 വരത്തില്ല. വരും അല്ലെ? സബ്ട്രാക്ട് ചെയ്താൽ എന്ത് ചെയ്യത്തില്ല? 6ൽ നിന്ന് 1 കുറച്ചാൽ 5 വരുന്നുള്ളൂ. അടുത്ത അപ്പൊ അത് ഒക്കത്തില്ല. അടുത്ത ഫാക്ടറൈസ് ചെയ്ത് ഏതാണ്? ഫാക്ടറൈസേഷൻ ഏതാണ്? 2 × 3 ആണ്. 2 × 3 എടുത്ത് നോക്കി. ആഡ് ചെയ്യുമ്പോൾ 1 വരണം. ആഡ് ചെയ്യുമ്പോൾ 1 2 + 3 5 ആണ് വരുന്നത്. പക്ഷെ 3 - 2 എന്ത് വരുന്നുണ്ട്? 1 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് എടുക്കാലോ. അപ്പൊ 3ൽ നിന്ന് 2 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന 1 വരേണ്ടത്. അപ്പൊ 3ൽ നിന്ന് 2 കുറയ്ക്കണമെങ്കിൽ 3ന്റെ ചിഹ്നം എന്ത് കൊടുക്കണം? പ്ലസ് കൊടുക്കണം. 2ന്റെ ചിഹ്നം എന്ത് കൊടുക്കണം? മൈനസ് കൊടുക്കണം. എന്നാലല്ലേ 3 - 2 എന്ത് വരുള്ളൂ? ഈ 1 വരുള്ളൂ. ഇനി മൾട്ടിപ്ലിക്കേഷനോടെ സാറ്റിസ്ഫൈ ചെയ്യണേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരേണ്ടത്? -6 ആണ് വരേണ്ടത്. അപ്പൊ -2 × +3 എന്താ വരുന്നത്? -2 × +3 എന്താ വരുന്നത്? -6 ആണ് വരുന്നത് അല്ലേ? 3 × -2 -6. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഏതൊക്കെയാ? ലാംഡ -2. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ലാംഡ -2 സൈൻ കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ആഡ് ചെയ്യുമ്പോൾ +1ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6ഉം കിട്ടത്തക്ക രീതിയിലുള്ള രണ്ട് നമ്പർ ഏതൊക്കെയാ? 2 ഉം 3 ഉം എടുത്തു. ആ 3ൽ നിന്നും 2 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 1 കിട്ടുന്നത്. അപ്പൊ 3ക്ക് പ്ലസും 2നും കൊടുത്താൽ മതി. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ളതിനകത്ത് ഡയറക്റ്റ് ഈ പറയുന്ന കോഎഫിഷ്യന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ -b +or √b നിങ്ങൾ അതല്ലേ പഠിച്ചിരിക്കുന്നത്. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും എങ്ങനെ കൊടുത്താലും ലാംഡയുടെ വാല്യൂ എന്ത് കിട്ടുള്ളൂ? 2ഉം -3 കിട്ടുള്ളൂ. അപ്പൊ ഈ പറയുന്ന 2 - 3 ആണ് ഇവിടുത്തെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ചെയ്തത് മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞുതരാമേ. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ നമുക്ക് ഐഗൺ വാല്യൂസ് ഐഗൺ വെക്ടേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഐഗൺ വാല്യൂ നോക്കിക്കേ. 2/2 മെട്രിക്സ് ആണ്. ഏതാണ്? 8 - 4 2 2 എന്ന് പറയുന്നതാണ് നമ്മുടെ മെട്രിക്സ്. അപ്പൊ ആദ്യം 2/2 മെട്രിക്സ് ആണല്ലോ ആദ്യം നോക്കുക. ഏത് മെട്രിക്സ് ആണ്? 2/2 മെട്രിക്സ് ആണ്. അപ്പൊ എന്ത് എഴുതുക? ലാംഡ സ്ക്വയർ എഴുതുക. ലാംഡ സ്ക്വയർ എഴുതി. അടുത്ത് എന്ത് എഴുതുക? മൈനസ് ഇടുക. -2. അടുത്ത് എന്ത് എഴുതുക? ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് ആഡ് ചെയ്ത് നോക്കുക. 8ഉം 2ഉം ആണ് ഡയഗണൽ എലമെന്റ്സ്. 8 + 2 എത്ര വരും? 10 എന്ന് വരും. 10ന്റെ കൂടെ ലാംഡ ഇടാൻ മറക്കരുത്. അടുത്ത ലാംഡ ഇട്ടു. അടുത്ത പ്ലസ് കൊടുക്കുക. പ്ലസ് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക? ഡിറ്റർമിനന്റ് കാണുക. ഡിറ്റർമിനന്റ് കാണുന്നത് എങ്ങനെയാ? 8 × 2 16 -
-4 × 2 -8 അല്ലേ? അപ്പൊ 16, ഈ മൈനസൂടെ പ്ലസ് ആവും. അപ്പൊ 16 + 8 എത്ര വരും? 24 എന്ന് കിട്ടും. അപ്പൊ 24 അവിടെ കൊടുത്തു, 0 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ എന്താ കിട്ടുന്നത്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഏതാ? 2/2 മെട്രിക്സ് ആയിട്ട് ലാംഡ സ്ക്വയർ കൊടുത്തു, മൈനസ് ഇട്ടു. ഡയഗണൽ എലമെന്റിന്റെ സം എത്ര കിട്ടിയത് നമുക്ക്? 10 ആണ് കിട്ടിയത്. അപ്പൊ 10 ലാംഡ എന്ന് കിട്ടി. അടുത്ത ഡിറ്റർമിനന്റ് എത്രയാണ് കിട്ടിയത്? 24 ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഏതാ? ലാംഡ സ്ക്വയർ മൈനസ് 10 ലാംഡ പ്ലസ് 24 = 0. ഇനി അതിനെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇവിടുത്തെ കോൺസ്റ്റന്റ് ഏതാ? 24. 24 എങ്ങനെയൊക്കെ എഴുതാം? 1 × 24, 2 × 12, ഇതൊക്കെ 24 ആണല്ലോ. 3 × 8, 4 × 6, ഇതെല്ലാം 24 ആണ്. അടുത്ത 6 × 4, അതൊക്കെ ഇതിനകത്തുണ്ടല്ലോ. 6 × 4, 8 × 3, അതൊക്കെ അതിനകത്തുണ്ടായോണ്ട് പിന്നെ അത്രേ വരുന്നുള്ളൂ നമുക്ക്. അപ്പൊ ഇതിൽ നിന്നും 2 നമ്പർ എടുക്കുമ്പോ ആഡ് ചെയ്യുമ്പോ 10 മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ആഡ് ചെയ്യുമ്പോ -10, -10 മൾട്ടിപ്ലൈ ചെയ്യുമ്പോ ഈ കിട്ടുന്ന പറയുന്ന +24 കിട്ടത്തക്ക രീതിയിലുള്ള 2 നമ്പർ എടുക്കുക, സൈൻ കൊടുക്കുക. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടണമെങ്കിൽ നമുക്കറിയാം സ്വാഭാവികമായിട്ട് ഇതിൽ നിന്ന് 10 കിട്ടും അല്ലെ? 12ൽ നിന്ന് 2 കുറച്ച് 10 കിട്ടും. അതുപോലെ തന്നെ 6ൽ നിന്ന് 4 കൂട്ടിയാലും 10 കിട്ടും. ഈ 2 നമ്പറിൽ ഏതോ ആണ് എടുക്കുന്നത്. ഇനി ഈ സൈൻ കൊടുക്കണം. എങ്ങനെയാ? ആഡ് ചെയ്യുമ്പോൾ -10 അല്ലേ കിട്ടേണ്ടത്? -10 ആൻസർ ആയിട്ട് കിട്ടണമെങ്കിൽ 2 നമ്പറിന് മൈനസ് കൊടുത്താൽ 2 നമ്പറിന് മൈനസ് കൊടുക്കണം, അല്ലെങ്കിൽ വലിയ സംഖ്യക്ക് മൈനസ് കൊടുക്കണം, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യണം. ഇതിന് മൈനസ് കൊടുക്കുക. ഇപ്പൊ 12ന് മൈനസ് കൊടുത്തു, അപ്പൊ എന്ത് കിട്ടും? -12. ഇത് എന്ത് കിട്ടും? പ്ലസ്. അപ്പൊ ഇത് നോക്കിക്കേ, 12ന് -12, അപ്പൊ -12 + 2 എത്ര? -10 ആണ്. അപ്പൊ -10 ആൻസർ കിട്ടും. പക്ഷെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് ആൻസർ എന്താ? +24 ആണ്. അപ്പൊ -2 +2 × -12 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? -24 അല്ലേ കിട്ടുന്നത്? -12ന്റെ കൂടെ 2 + 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -24 ആ കിട്ടുന്നത്. നമുക്ക് വേണ്ടത് +24 ആ. അപ്പൊ ഇത് എടുക്കാൻ ഒക്കത്തില്ല. -10 കിട്ടും, പക്ഷെ എന്ത് കിട്ടുന്നില്ല? ഈ പറയുന്ന 2 × 12 എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ മൈനസും ഇവിടെ പ്ലസും കൊടുക്കും. അപ്പൊ -10 കിട്ടും, പക്ഷെ രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ പറയുന്ന +24 അല്ല കിട്ടുന്നത്, -20. പിന്നെ നമ്മൾ എടുത്ത ഏതാ? 4ഉം 6ഉം ആണ് അല്ലെ? 6 4 24. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ -10 കിട്ടണേ രണ്ടെണ്ണത്തിന് എന്ത് കൊടുത്തേ പറ്റൂ? മൈനസ് കൊടുത്തേ പറ്റൂ. -4 -6 ആണ് -10 എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? മൈനസ് പ്ലസ് ആവുമല്ലോ. അപ്പൊ +24 കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് എടുക്കുന്ന ഏതൊക്കെയാണ്? ലാംഡ -4 × ലാംഡ -6 = 0. ഈ 0ക്ക് അപ്പുറത്ത് വരുമ്പോൾ ലാംഡയുടെ വാല്യൂ 4ഉം -6 0ക്ക് അപ്പുറത്ത് വരുമ്പോൾ ലാംഡയുടെ വാല്യൂ 6ഉം ആണ് കിട്ടുന്നത്. അപ്പൊ ലാംഡ ഏതൊക്കെയാണ് കിട്ടുന്നത്? 6ഉം 4ഉം ആണ് കിട്ടിയത്. അതാണ് നമ്മുടെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. ഇത്രയും ഒന്ന് ചെയ്ത് പഠിക്കാം. ഐഗൺ വാല്യൂസ്, ഐഗൺ വെക്ടേഴ്സ് അടുത്ത ദിവസം പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ക്വാഡ്രാറ്റിക് ഫോംസ് ആണ്. ഐഗൺ വാല്യൂസ് ഐഗൺ വെക്ടേഴ്സും കഴിഞ്ഞിട്ട് അതുകൂടെ ആകുമ്പോൾ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഏകദേശം കഴിയും. നമ്മൾ പഠിച്ചതൊക്കെയായിരുന്നു റാങ്ക് കണ്ടുപിടിക്കാൻ, ലീനിയർലി ഡിപ്പെൻഡന്റ് ഇൻഡിപെൻഡന്റ് ചെയ്യാനായിട്ട്. ഇതിനകത്ത് എല്ലാം മെയിൻ ആയിട്ടും വരുന്നത് എക്ലോൺ ഫോം ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഐഗൺ വാല്യൂസ് ഐഗൺ വെക്ടേഴ്സിനകത്ത് എക്ലോൺ ഫോമിന്റെ ആവശ്യമില്ല. അവിടുന്ന് എന്ത് ഫോം ചെയ്തത്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോം ചെയ്യുന്നത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമ്മുടെ എക്ലോൺ ഫോം വേണ്ടത് ഈ ഐഗൺ വെക്ടർ കണ്ടുപിടിക്കുന്ന കേസിലാണ് കേട്ടോ. അപ്പൊ ഐഗൺ വാല്യൂ കണ്ടുപിടിക്കുന്ന തന്നിരിക്കുന്ന മെട്രിക്സ് ഒരു 2/2 മെട്രിക്സ് ആണെങ്കിൽ ഫസ്റ്റിൽ എന്ത് എഴുതുക? ലാംഡ സ്ക്വയർ. ക്വസ്റ്റ്യൻ ഏതോ ആയിക്കോട്ടെ, ഫസ്റ്റിൽ അങ്ങ് ലാംഡ സ്ക്വയർ എന്ന് എഴുതുക. അതിനുശേഷം മൈനസ് അങ്ങ് ഇടുക. ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. 2/2 മെട്രിക്സ് ആണ്, ലാംഡ സ്ക്വയർ ഇട്ടു, മൈനസ് ഇട്ടു. പിന്നെ ഡയഗണൽ എലമെന്റ്സ് ലെഫ്റ്റ് നിന്ന് റൈറ്റ് ആണ്. ഡയഗണൽ എലമെന്റ് നമ്മൾ ആഡ് ചെയ്ത് കിട്ടിയ നമ്പർ എഴുതി. അതിനുശേഷം ലാംഡ ഇട്ടു, കാരണം ഇവിടെ ലാംഡ സ്ക്വയർ ആണ്. അടുത്ത് വരുന്ന ലാംഡ⁻1 ആണ്. ലാംഡ⁻1 സാധാരണ നമ്മൾ 1/1 കൊടുക്കാറില്ല, ലാംഡ എന്ന് ഇടാറില്ലേ ഉള്ളൂ. അടുത്ത പ്ലസ് ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്യുക? പ്ലസ് ഇട്ടതിന് ശേഷം ഡിറ്റർമിനന്റ് 24 ആണ്. 24 = എന്ത് കൊടുക്കുക? 0 എന്ന് കൊടുക്കുക. ലാംഡ സ്ക്വയർ മൈനസ് 10 ലാംഡ പ്ലസ് 24 = 0 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലാംഡയുടെ വാല്യൂ അതാണ് നമ്മുടെ എന്ത് പറയുന്നത്? ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്.
ഈ ഐഗൺ വാല്യൂസ് ഒരു 2x2 മെട്രിക്സ് ആണ്. അതിന് 2 ഐഗൺ വാല്യൂസ് നമുക്കിപ്പോ കിട്ടിയ 4ഉം 6ഉം ആണ്. നേരത്തെ 2 - 3 ആയിരുന്നു. അപ്പൊ ഈ 2x2 മെട്രിക്സ് ആയതുകൊണ്ടാണ് 2 ഐഗൺ വാല്യൂസ് കിട്ടുന്നത്. ഇനി ക്വസ്റ്റ്യൻ 3x3 മെട്രിക്സ് ആണെങ്കിൽ എത്ര ഐഗൺ വാല്യൂസ് കിട്ടും? 3 ഐഗൺ വാല്യൂസ് കിട്ടും. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഐഗൺ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താണ് കറക്റ്റ് ആണോ ചോദിക്കും. നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡിനകത്ത് അൺനോൺസിന്റെ വാല്യൂസ് കിട്ടുമല്ലോ, എക്സ് വൈ സെഡിന്റെ ഒക്കെ വാല്യൂസ് കിട്ടുമല്ലോ. ആ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണേ. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു 6 എന്നാണെന്ന് വെച്ചു. ഇങ്ങനെയായിരുന്നു ഒരു ഇക്വേഷൻ. അതിനകത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്താൽ ഒരു ഇക്വേഷൻ എടുത്തിട്ട് എക്സും വൈ ഇസഡിന്റെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര വരണം? 6 ആണ് കിട്ടുന്നതെങ്കിൽ എക്സിന്റെയും വൈയുടെ ഇസഡിന്റെയും കൂടെ വാല്യൂ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 6 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ആൻസർ ശരിയാണ്. അതല്ല പറയുന്ന ഏത് ഇക്വേഷനകത്ത് കൊടുത്താലും മതി. ഏതേലും ഒരു ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ റൈറ്റ് സൈഡിലുള്ള ആ നമ്പർ, റൈറ്റ് സൈഡിലുള്ള നമ്പർ ഉദ്ദേശിക്കുന്ന ഈ കോൺസ്റ്റന്റ് അതാണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ആൻസർ ശരിയാണ്. നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യാം കിട്ടിയ ആൻസർ ശരിയാണെന്ന്. അതല്ല കിട്ടുന്നതെങ്കിൽ നമ്മൾ ചെയ്തത് ഇവിടെ തെറ്റുണ്ടെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഐഗൺ വാല്യൂസ് കിട്ടി. ഈ ഐഗൺ വാല്യൂസിന്റെ സമ്മ് നോക്കുക. 6 + 4 എത്രയാണ്? 10 ആണ് അല്ലെ. ഐഗൺ വാല്യൂസ് ആണ് 4ഉം 6ഉം ആണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 ആണ് കിട്ടുന്നത്. ആ 10 എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഡയഗണൽ എലമെന്റ്സ് ഇവിടെ ഇരിക്കുക 8ഉം 2 8ഉം 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 ആണ്. ഐഗൺ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴും എന്താണ് 10 ആണ് കിട്ടുന്നത്. അപ്പൊ അത് ഓർത്തിരുന്നോണേ. ഐഗൺ വാല്യൂസിന്റെ സമ്മും ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മും, അതായത് നമ്മൾ S1 എന്ന് കൊടുത്തില്ലേ, ആ S1ഉം ഈ പറയുന്ന ഐഗൺ വാല്യൂസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റിനകത്തും ചെയ്ത് നോക്കിയാൽ നമുക്ക് എത്രയായിരുന്നു? -3ഉം 2ഉം അല്ലേ കിട്ടി. നമുക്ക് അവിടെ കിട്ടിയ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മും -1 എന്നായിരുന്നു. അപ്പൊ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മും ഐഗൺ വാല്യൂസിന്റെ സമ്മും ഈക്വൽ ആണ്. ഇനി പിന്നെ ഇതിന്റെ എന്താണ് ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ, അതായത് ഐഗൺ വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എത്ര കിട്ടും? 4 × 6 24 ആണല്ലോ. ആ 24ഉം ഇതിന്റെ ഡിറ്റർമിനന്റും സെയിം ആയിരിക്കും. ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മും ഐഗൺ വാല്യൂസിന്റെ സമ്മും ഈക്വൽ ആണ്. അതൊരു പ്രോപ്പർട്ടി. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. ഇവിടുത്തെ ഡിറ്റർമിനന്റ് നമുക്ക് എത്രയായിരുന്നു കിട്ടി? 8 × 2 16 -4 × 2 -8. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 24. ആ 24 അതായത് ഡിറ്റർമിനന്റ് ആണല്ലോ അത്. ആ 24ഉം ഇതിന്റെ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ, അതിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 4 × 6. ആ പ്രോഡക്റ്റും സെയിം ആയിരിക്കും. ഡിറ്റർമിനന്റും മെട്രിക്സിന്റെ ഡിറ്റർമിനന്റും ഐഗൺ വാല്യൂസിന്റെ പ്രോഡക്റ്റും സെയിം ആയിരിക്കും. മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മും ഐഗൺ വാല്യൂസിന്റെ സമ്മും സെയിം ആയിരിക്കും. ഈ രണ്ട് പ്രോപ്പർട്ടി ഓർത്തിരുന്നതാണ്. അത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാ പ്രോപ്പർട്ടി പറയുന്നത്? ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മും ഐഗൺ വാല്യൂസിന്റെ സമ്മും സെയിം ആയിരിക്കും. നമുക്ക് ഇവിടെ 6ഉം 4ഉം അല്ല, നമ്മൾ ആദ്യം എടുത്ത 2ഉം 12നകത്ത് നമുക്ക് സാറ്റിസ്ഫൈ. നിങ്ങൾ ഈ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നമുക്ക് എത്ര 14 അല്ലേ കിട്ടും. അപ്പൊ അത് നമുക്ക് കിട്ടേണ്ടത് 10 അല്ലേ. അപ്പൊ അവിടെ നിന്ന് തന്നെ അറിയാം നമ്മൾ ചെയ്ത ഐഗൺ വാല്യൂ തെറ്റാണെന്നാണ്. അപ്പൊ ആ രീതിയിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാമേ. ഐഗൺ വാല്യൂസിന്റെ സമ്മും ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മും സെയിം ആയിരിക്കും. അതുപോലെ തന്നെ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റും ഐഗൺ വാല്യൂസിന്റെ പ്രോഡക്റ്റും, ഐഗൺ വാല്യൂസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ പ്രോഡക്റ്റും മെട്രിക്സിന്റെ ഡിറ്റർമിനന്റും എന്തുമായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഐഗൺ വാല്യൂസും ഗോസ് എലിമിനേഷൻ മെത്തേഡ്, റാങ്ക്, ലീനിയർലി ഡിപ്പെൻഡന്റും ഇൻഡിപെൻഡന്റ്. അപ്പൊ ഇതിനകത്ത് ഗോസ് എലിമിനേഷൻ മെത്തേഡിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിക്കോണേ. ഐഗൺ വെക്ടേഴ്സ് അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം. ഇനി ഇതിന്റെ കൂടെ തന്നെ 3x3 മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കുന്നത് ഒരു ടേം എക്സ്ട്രാ വരുന്നുണ്ട്, അതും പറഞ്ഞു തരാം. പിന്നെ വരുന്നത് ക്വാഡ്രാറ്റിക് ഫോംസും ആണ്, അതും അടുത്ത ദിവസം പറഞ്ഞുതരാം. ഗോസ് എലിമിനേഷൻ മെത്തേഡിനകത്ത് നമ്മൾ ഹോമോജീനിയസിന്റെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല, അതും കൂടി ചേർത്ത് പറഞ്ഞുതരാം കേട്ടോ. ഹോമോജീനിയസ് മറ്റേ നോൺ ഹോമോജീനിയസ് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഉള്ളു, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ലാസ്റ്റ് കോളം 0 ഫുള്ള് 0 വരുന്നേ ഉള്ളൂ. എന്നാലും ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിക്കാം. അതും ഈ 3x3 മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് കാണുന്നതും, പിന്നെ ഐഗൺ വെക്ടേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒരുപാട് ചെയ്യാനുണ്ട്, അത് വെച്ചൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതും, പിന്നെ ക്വാഡ്രാറ്റിക് ഫോംസും. ഇത്രയും കാര്യങ്ങൾ അടുത്ത ദിവസം പറഞ്ഞുതരാം കേട്ടോ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നൊന്ന് നോക്കണേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറയണമെങ്കിൽ പറഞ്ഞാൽ മതി, ഇപ്പൊ പറഞ്ഞുതരാം.